അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന പാഠം പുസ്തകം എന്ന് പറയും ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആൻ, ഉച്ചാരണ ശുദ്ധി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠപുസ്തകം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പടത്തി പോലെന്ന പാഠത്തിൽ വരുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ്? ഈ പുസ്തകത്തിൽ വരുന്ന ദുആഉ, ഹാദാ ഖലമി, ഇലൽ മസ്ജിദി, മജല്ലത്തു ബിഖത്തിൽ യദ്, ഫിഖറത്തുൻ റായിഅ, തസൂറുൽ ജദ് അമാമൽ മാഇദ, ഇശ്റൂന സാബിറൂന ഇലൽ ഹദീഖ, അഹ്സൻത യാ അലി ഫിഅൽ മാദി, ഹാദി ഹദിയ. എന്താണ് ഈ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് തൊട്ടപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. പറഞ്ഞു, നിങ്ങൾ നല്ല പാട്ടുകാരാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓതാം. ഞാൻ എന്റെ രീതിയിൽ അദ്ഉക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി വർഹം അബി വ ഉമ്മി വഹ്ഫദ്ഹുമാ റബ്ബി وفق لأستاذي تيسير أبوابي يا رب جملني بلسان العربي أرجوك يا ربي تقواك في قلبي. ഇതാണ് ആ പാഠം. ഇനി ഒന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ പാഠത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ അതാ കലമി എന്ന് പറയുന്നത് രണ്ടാമത്തെ പാഠത്തിന്റെ ചെറിയൊരു ആവർത്തനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അനദാരിസുൻ അൻതി ഉഖ്തി, അനദാരിസത്തുൻ അൻത അഖീ. അന എന്ന് പറഞ്ഞ ഞാന് പഠിക്കുകയാണ്. അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ്. അന ദാരിസുൻ, ദാരിസത്തുൻ, അൻത അഖീ. അതാ കലമി, എൻ്റെ പേനയാണ്. അൽ കലമ ഫിൽ ജൈബി, പോക്കറ്റിലാണ്. ഹാദിഹി ഹിർറത്തുൻ, അൽ ഹിർറത്തു അല ഷജറ. ആ ചുവപ്പ് ഇട്ട കണ്ടങ്ങള് ഇതൊക്കെ ഓരോ ലമീറുകളാണ്. ലമീർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വാക്ക് അറബിയിൽ പറയുന്ന സമയത്ത് എന്തിനെ പദങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാരെയാണ് സൂചിപ്പിക്കുന്നത്? ആണാണോ, പെണ്ണാണോ, നീയാണോ, അവനാണോ, അവരാണോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൻ ഹാദ, മൻ ഹാദിഹി. മൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇതാരാണ്. മൻ ഹാദി, അതാരാണ്. ഹാദ അബി, അതെന്റെ ഉപ്പയാണ്. ഹാദിഹി ഉമ്മി, അതെന്റെ ഉമ്മയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് സ്ത്രീ, പുരുഷൻ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിഅലിൽ മുദാരി, നേരത്തെ നമ്മൾ പറഞ്ഞതിപ്പോ ഇതൊക്കെ മാദി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മുദാരി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോണത്. നമ്മൾ അതിൽ പറഞ്ഞത്, രണ്ടാം ക്ലാസ്സിൽ പറഞ്ഞത് മാദി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മുദാരി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മുദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ്. ഇതിലുള്ള ഹോംവർക്ക് നമുക്ക് നോക്കണം. മാ ദാലിക്ക, അതെന്താണ്? ദാലിക്ക ദീക്കുൻ, അതൊരു കോഴിയാണ്. മാ തിൽക്ക, ഇതെന്താണ്? ദാലിക്ക തിൽക്ക, തിൽക്ക എന്ന് പറഞ്ഞാൽ ഇത്. തിൽക്ക ദജാജത്തുൻ, അതൊരു പെടക്കോഴിയാണ്. ഐനൽ ഹക്കീബ, എവിടെയാണ് ബാഗ്? അൽ ഹക്കീബത്തു അല ത്വാവില, മേശന്റെ മുകളിലാണ് ബാഗ്. ഐനൽ കിതാബ്, എവിടെയാണ് പുസ്തകം? അൽ കിതാബു ഫിൽ ഹക്കീബത്തി, കണ്ടോ, ഫിൽ, ഉള്ളിൽ എന്ന്, ബാഗിന്റെ ഉള്ളിലാണ്. ഇന്ദി ജവ്വാലുൻ വാഹിദുൻ, ഇതൊക്കെ പ്രസന്റിലാണ് കാണിക്കുന്നത്. ഒക്കെ ഇപ്പൊ നടക്കുന്നത് പോലെ കാണിക്കാം. ഇന്ദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്.
എന്റെ കയ്യിൽ 2 പെന്നുണ്ട്. ഇന്ദി സലാസത്തു കുത്തുബിൻ, 3 പുസ്തകമുണ്ട്. വലിയ അർബഅത്തു, അവിടെ എണ്ണങ്ങളെ പറയാണ്. വാഹിദ്, ഇസ്നാനി, സലാത്ത്, അർബ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അശറ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. നമുക്ക് ഇതൊക്കെ വായിക്കാം. അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക, മാ, മൻ, ഐന, അബി, കലമി. ഇതൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലമീറുകളാണ്. ഈ ലമീറുകൾ മുളാരിയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കമാ ഫിൽ മിസാൽ ഹാദിഹി ബക്കറത്തുൻ. ഹാദിഹി ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് ഹാദാ സ്വദീഖി, അവിടെ പുരുഷനല്ലേ, സ്വദീഖത്തല്ലല്ലോ. സ്ത്രീയാണ്. അൻതി ദജാജത്തുൻ, കോഴി. തിൽക്ക നേരത്തെ പറഞ്ഞത് ദാലിക ദീക്കുനാണ്, അത് പൂവൻകോഴി. ഇത് പടക്കോഴിയാണ്. ഏതാണ്? യാ വനക്തുബു കമാ ഫിൽ മിസാലി, യാ കൂട്ടണം. ഏത് വാക്കാണോ അതിനോട് കൂടെ യാ കൂട്ടണം. ഹാദ അബുൻ, ഹാദ അബീ. ഹാദിഹി ഉമ്മുൻ, ഹാദിഹി ഉമ്മീ. ദാലിക കിതാബുൻ, ദാലിക കിതാബി. തിൽക ഹിറത്തുൻ, തിൽക ഹിറത്തി. ഹിയ ഉഖ്തുൻ, ഹിയ ഉഖ്തി. വ സാദിഖുൻ, വ സ്വദീഖി. ഇനി എണ്ണം പറയണം. എത്രയാണ്? 3 ആണ്. സലാസത്തുൻ. അടുത്തേതാ? 8 ആണ് അല്ലേ? തമാനിയത്തുൻ. ഇത് 4 ആണ്. അർബഅത്തുൻ. 9 ആണ്. തിസ്അത്തുൻ. ഇത് 10 ആണ്. അശറത്തുൻ. സാഹചര്യത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കാനാണ്. എന്താണ് ചോദ്യം? എവിടെയാണ്, എന്താണ് ചോദിക്കണം. അതെന്താണ്? ഇതാരാണ്? മൻഹാദ. അടുത്ത മൻഹാദിഹി. ഓക്കെ, സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. നഖൂമിനൽ ഖുർആനി വനുലാഹിദുൽ കലിമാത്തിൽ. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പാഠഭാഗത്തുള്ള വാങ്ങലുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം. വഅന മിനൽ മുസ്ലിമീൻ, അന കണ്ട അണ്ടർലൈൻ ചെയ്യാം. അൻതൽ അലീമുൽ ഹക്കീം, അൻത. ആദാ, ഇത് ബയാനുൽ ലിന്നാസ്. ആദാ ബയാനുൽ ലിന്നാസ്. ഐന ശുറകാഉക്കും, ഐന. വലാ തഖറബ ഹാദിഹി ഷജറ, ഹാദിഹി. വഅലൈഹ വഅലൽ ഫുൽക്. മൻ ദല്ലദി യശ്ഫഉ ദാലികൽ കിതാബു ലാ റൈബ ഫീ. അൽ ഖാരിയ, മൽ ഖാരിയ. വമാ. കഴിഞ്ഞ 2ാം ക്ലാസ്സിലെ പാഠത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് എഴുതിക്കോളി. നിങ്ങൾ ഇവിടെ തന്നില്ലേ, ഐന, മൻ, തിൽക, ദാലിക, ഹാദിഹി, കലമി, അല. എഴുതിക്കോളി. അപ്പൊ എഴുത്തും പഠിക്കും. 2ാമത്തെ പാഠത്തിൽ മസ്ജിദി. ഇത് മുളാരി ആയിട്ടുള്ള ഫിഅലിനെ കാണിക്കാൻ. നേരത്തെ മാദിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി മുളാരി ആയ ഫിഅലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുളാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ പോലെ യസ്മഉ മാജിദുൽ അദാൻ, മാജിദ് ബാങ്ക് കേട്ടു. വയദ്ഹബു ഇലൽ മസ്ജിദി മഅ അബീഹി, ഉപ്പയോട് കൂടെ അവൻ പള്ളിയിലേക്ക് പോയി. വയതവല്ലഹു വയദ്ഖുലുൽ മസ്ജിദ, അവൻ വുളൂ ചെയ്തു പ്രവേശിച്ചു പള്ളിയിലേക്ക്. യുസല്ലി സ്വലാത്ത അസ്സുബ്ഹി മഅ അബീഹി ജമാഅതൻ, ജമാഅത്തായിട്ട് സുബഹി നമസ്കാരം നമസ്കരിച്ചു. വബഅദ സ്വലാത്ത്, നമസ്കാരത്തിന് ശേഷം. വദ്ദിക്രി, ദിക്റിന് ശേഷം. വദ്ദുആഇ, ദുആഇന് ശേഷം. യർജിഉ, അവൻ മടങ്ങി. മാജിദുൻ, മാജിദ് മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. മഅ അബീഹി, ഉപ്പയോട് കൂടെ. വൽ ഉമ്മു, അവന്റെ ഉമ്മ. തൻതദിറു, പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബിശ്ശാഇ, ചായ കൊടുക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു.
യജ്ലിസു മാജിദുൻ, മാജിദ് ഇരുന്നു. വയശ്റബു, കുടിച്ചു. അശായ, ചായ കുടിച്ചു. വയഖൂലു, എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. നഖറഉ, യസ്മഉ, നമുക്ക് വായിക്കാം. യദ്ഹബു, യതവല്ലഹു, യദ്ഖുലു. കേട്ടോ, മുദാരിയായ ഫീല. മുദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ്. യദ്ഖുലു, യുസല്ലി, യഖൂലു, യർജിഉ, യജ്ലിസു, തൻതളിറു, യശ്റബു. ഇവിടെ നേരത്തെ മാളി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു, ഇപ്പൊ മുദാരി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത ഒന്ന് നമുക്ക് നമുക്ക് ഇതിനെ വായിക്കും ചെയ്യാം, മനസ്സിലാക്കും ചെയ്യാം. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. തശ്റബു ഫാത്തിമ ഷായ. ഫാത്തിമ ചായ കുടിക്കുന്നു. യതവല്ലഉ ബാസിമും മിനൽ ഹൗദി. ഹൗദിൽ നിന്ന് ബാസിമ് വുളൂ ചെയ്യുന്നു. തുസല്ലി മാജിദത്തു സ്വലാത്തുൽ അസരി. മാജിദ് അസർ നമസ്കാരം നമസ്കരിക്കുന്നു. യസ്മഉ സാലിമുൻ അൽ അദാന. സാലിം ബാങ്ക് കേട്ടു. തൻതളിറുൽ ഉമ്മു ഫിൽ ബൈത്തി. വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. മാതാ യഫ്അലു മാജിദൻ. ഇവിടെ മാജിദ് എന്താണ് ചെയ്യണമെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇഖ്തറിൽ ജവാബ് മിനൽ മുറബ്ബഇ ഹസബസ്വരി. ഇവിടെ ചിത്രത്തിൽ എന്താണ് നമ്മൾ കണ്ടത് അതിനനുസരിച്ച് ബ്രാക്കറ്റിലുള്ള വേർഡുകൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ മാജിദ് നടന്നു വരികയാണ് അല്ലേ. യദ്ഹബു മാജിദൽ മദ്രസത്തി, പോകുന്നു, ലേക്ക് പോവാണ്. അടുത്തത് വെള്ളം കുടിക്കണം. യശ്രിബു മാജിദും മിനസ്സുംബൂരി. അല്ലെങ്കിൽ വുളൂ ചെയ്യണം. അടുത്ത വെള്ളം കുടിക്കണം. യശ്രിബു മാജിദൽ മാ. അടുത്തത് പ്രവേശിക്കണം, പള്ളിയിലേക്ക് പ്രവേശിക്കുക. യദ്ഖുലു. ഇനി യോജിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതണം. എഴുതൂലേ. ഡാഷ് വലതു ഇലൽ മസ്ജിദി. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി. മിനൽ ഹൗദി. തതവല്ലഉ, അവിടെ ലേഡിയാണ്. തതവല്ലഉ, ഇവിടെ ആൺകുട്ടിയ. ബാസിം മിനൽ ബൈത്തി. യർജിഉ അൽ ഉമ്മൽ ബൈത്തി. തദ്ഖുലു, ഉമ്മ സ്ത്രീയാണ്, അതുകൊണ്ട് താ. തദ്ഖുലു. യദ്ഹബു എന്ന് പറയുന്നത് ആണിനുണ്ട്, തദ്ഹബു എന്ന് പറയുന്നത് ലേഡിക്കുമാണ്. ഇവിടെ മുളാരിയും മാദിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ കാണുന്നത്. ദഹബ എന്ന് പറയുന്ന മാദി, യദ്ഹബു എന്ന് പറയുന്നത് മുളാരിയാണ്. ദഹബത്ത് തദ്ഹബു. സമിഅ യസ്മഉ. തസ്മഉ സമിഅത്ത്. യുസല്ലി സല്ല. തുസല്ലി സ്വല്ലത്ത്. യഖൂലു ഖാല. ഖാല യഖൂലു. ഏതാണോ വേർഡ് അതിന്റെ നേരെ മുളാരിയോ, മുളാരി ആണെങ്കിൽ അതിന്റെ നേരെ മാവിയോ ആയിട്ട് തിരിച്ചറിയാം. ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ പറയും നക്തുബു കമാ ഫിൽ മിസാലി. ഇവിടെ ഉദാഹരണം കാണിച്ചിട്ട് അതുപോലെ എഴുതണം. അൽ ഇബ്നു യദ്ഹബു. യദ്ഹബുൽ ഇബ്നു. ഇബ്നു എന്ന് പറഞ്ഞാൽ യദ്ഹബു പോകുന്നു, അപ്പൊ കുട്ടി പോകുന്നു. യദ്ഹബുൽ ഇബ്നു. അൽ ബിന്തു തദ്ഹബു. തദ്ഹബുൽ ബിന്തു. അൽ അബു യജ്ലിസു. യജ്ലിസുൽ അബു. അൽ ഉമ്മു തജ്ലിസു. തജ്ലിസുൽ ഉമ്മു. നഖറഉ മിനൽ ഖുർആനി വനക്ഷിഫു മിൻഹുൽ ഫിഅൽ മുളാരി വനഖുത്തു തഹ്തഹു. അറഅയ്ത അല്ലദി യുകദ്ദിബു ബിദ്ദീൻ. കണ്ട, ഈ യുകദ്ദിബുന്റെ അവിടെ അണ്ടർലൈൻ ചെയ്യാം, കാരണം ഇത് പാഠഭാഗത്തുണ്ട്. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്അ. തസ്അ ഇവിടെ മുളാരിയാണ്. യഹ്സബു. യഹ്സബു. യൗമഇദി യസ്ദുറു. യസ്ദുറു. അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബർ. യഅലമു. ജന്നാത്തുൻ തജ്രി. കണ്ട, തജ്രി. യുസല്ലി യഖൂലു. അവിടെ എഴുതിയിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ എഴുതുക. മജല്ലത്തും ബിഖത്തിൽ യദ്. കൈപ്പടയിൽ ഒരു മാഗസിൻ. മജല്ല എന്ന് പറഞ്ഞ മാഗസിൻ. ഖത്തിൽ യദ്, കൈകൊണ്ടാണ് ഉണ്ടാക്കുന്ന മാഗസിൻ. അസ്തിഖായി, കൂട്ടുകാരെ. അന ജാബിർ, ഞാൻ ജാബിറാണ്. വഹിബുൽ ഖിറാ, എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അല്യൗമു, ഇന്ന്.
നെഹ്നു നൊഴിദ്ദു മഅ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മജല്ലത്തെ മക്തൂബ് ബിഖത്തില്ലതി ഞങ്ങളെ കൈ കൊണ്ടൊരു മാഗസിൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അൻത യാസിർ നീ യാസിറാണ്, വാൻതി ഫാത്തിമ നീ ഫാത്തിമയാണ്, കിതാബത്തുക്കുമാ ജമീല ഞങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് അടിപൊളിയാണ്, അൻതുമാ തക്തുബാനി ഫിൽ വറക്ക നിങ്ങൾ പേജിൽ എഴുതുകയാണ്, യാ സാലിം വനബീൽ വനിഹാൽ അൻതും തജ്മഊന അൽ അഖ്ലാമുൽ അൽവാൻ നിങ്ങൾ വ്യത്യസ്ത നിറത്തിലുള്ള പെന്നുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അൽവാൻ വ്യത്യസ്ത നിറത്തിലുള്ള പെന്നുകൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. യാ ഹാദിയ ഹദിയ മനൂറ വറമീസ അൻതുന്ന നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് തുസമ്മിമിനൽ ഖിലാഫ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രം ഡിസൈനിങ് ഡിസൈൻ ചെയ്യുക. ഖിലാഫ എന്നാണ് കവർ. തുടക്കത്തിലുള്ള കവർ ഉണ്ടല്ലോ ഹുവ റാഷിദ് അത് നിങ്ങൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹുവ റാഷിദ് അത് റാഷിദാണ്. വഹിയ സൈനബ് സൈനബു ആണ്. തുഹിബാനി തൽവീൻ യുഹിബാനി അത്തൽവീൻ നിറം നൽകാൻ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഉമാ യുലവ്വിനാനി അസ്സഫഹാത്ത് നിങ്ങൾ രണ്ടുപേരും പേജുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കളർ കൊടുക്കുന്നുണ്ട്. ഹുനാ താലിബുൻ ഹുനാ തുല്ലാബുൻ അവിടെ കുറേ കുട്ടികളുണ്ട്. യഖ്തഊന അവർ മുറിക്കുന്നുണ്ട് ഔറാഖ് പേജുകൾ. ഹുനാക താലിബാത്തുൻ അവിടെ കുറേ പെൺകുട്ടികളുണ്ട്. ഹുന്ന യർസുംന സൂറ അവര് ചിത്രങ്ങൾ വരക്കുന്നുമുണ്ട്. ഇതാണ് ഈ പാഠം. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ഭാഗങ്ങൾ വരിക എന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടി പോവുള്ളൂ. ഇവിടെ ലമീറുകളാണ് നമ്മൾ കണ്ടെത്തിയില്ല. ലമീറുകൾ മനസ്സിലായത് ഇവിടെ കണ്ട അന, നഹ്നു, അൻത, വ അന. സത്യത്തിൽ ഏതൊക്കെ ലമീറുകളുണ്ട്? ഹുവ ഉമാഹും, ഹിയ ഉമാഹുന്ന, അൻത അൻതുമ അൻതുന്ന, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു എന്നുള്ളതാണ് ലമീർ. അപ്പൊ ഏതൊക്കെ ലമീറുകളാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലമീറിനെ നമ്മൾ വേർതിരിച്ചിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. റെഡിയാണോ? നോക്കി. അൻത യാസിർ നീ യാസിറാണ്. അൻതുമാ തക്തുബാനി കണ്ടോ? അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, നഹ്നു അന നഹ്നു ഞാൻ ജാബിറാണ്, നഹ്നു നുഇദ്ദു ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവർ, അവൻ, ഹുമാ അവർ രണ്ട് പേര്, അവർ ആണുങ്ങളാട്ട, ഹിയ പെണ്ണാണ്, ഹുന്ന നിങ്ങൾ, തുസമ്മിംന വരക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചേരുമ്പടി ചേർക്കണം. എങ്ങനെയാണ് ഇവിടെ യോജിച്ചത്? പെൺകുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് ഉന്ന, പെൺകുട്ടിയാണ്. അപ്പൊ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഹിയ. തെക്തുബാനി നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ, തെക്തുബാനി ഹുമാ കണ്ടോ? അഭിനാവ് ബിന്തിന്റെ ജമ്മാണ് അഭിനാവ്. എന്താണ് ഹും? നോക്കി, ഹും യാസിർ എന്ന് മാത്രമാണ്. ഹുവ യാസിറുൻ. ബിൻതാനി രണ്ട് ആൺകുട്ടികൾ. ഉമാ ഇവിടെ ഉമനും ഉമ. ഇനി ലമീറുകൾ തിരഞ്ഞെടുക്കണം. ഇവിടെ ഇങ്ങനെ വായിക്കും. ഇതിൽ ഏതാണ് ലമീർ എന്നുള്ളത് ഈ വചനത്തിലുള്ളത് കണ്ടെത്തണം. വഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ആരാണ്? അന. നുഇദ്ദു എന്ന് പറയുന്ന സമയത്ത് ആരാണ്? നുഇദ്ദു ഞങ്ങൾ തയ്യാറാക്കി, നഹ്നു. അടുത്തത് തക്തുബാനി നിങ്ങൾ രണ്ടുപേര് എഴുതി. എന്താ പറയാ? അൻതുമാ എന്നാണ് അതിന്റെ ലമീർ. തജ്മഊന നിങ്ങൾ ഒരുമിച്ച് കൂട്ടി, അൻതും. തുസമ്മിംന നിങ്ങൾ വരച്ചു, അവിടെ സ്ത്രീകളാണ്. അൻതുന്ന. യുലവ്വിനാനി അവർ രണ്ടുപേർ നിറം കൊടുത്തു. ഉമാ യഖ്തഊന അവർ മുറിച്ചു. ഹും യർസുംന അവർ സ്ത്രീകൾ
വരച്ചു. ഹുന്ന. മനസ്സിലായോ? ഇതാരും നോക്കേണ്ടത് ലമീറുകൾ എത്ര ഉണ്ട് നോക്കുക. 12 ലമീറാണുള്ളത്. ഹുവ ഉമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അനാ നഹ്നു. ഹുവ എന്ന് പറയുന്നത് അവർ, അവൻ. ഹിയ എന്ന് പറഞ്ഞ അവൾ. അൻത എന്ന് പറഞ്ഞ നീ. അൻതി എന്ന് പറഞ്ഞ നീ, പെണ്ണ്. അന ഞാൻ. അത് ആണിനും പെണ്ണിനും ഒപ്പം തന്നെ പറയാം. നഹ്നു ഞങ്ങൾ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ വചനങ്ങൾ ചേരുന്ന സമയത്ത് ഇത് പെണ്ണിനാണോ ആണിനാണോ എന്ന് തിരിച്ചറിയാം. ഇതാണ് ഇത്ര സിമ്പിൾ ആണ്. യാ സാലിം, ഇത് ആൺകുട്ടിയല്ലേ? യാ സാലിം, ഇത് പൂരിപ്പിക്കാനാണ്. കണ്ടോ? അൻത സദീഖി, നീ എന്റെ സുഹൃത്താണ്. അപ്പൊ ഇവിടെ അവൻ, അവൻ സലീമേ, അവൻ എന്റെ സുഹൃത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അൻത, നീ. ഇവിടെ സാഹചര്യത്തിനനുസരിച്ച് ഇതാക്കണം. യാ ഫാത്തിമ ഡാഷ് നാജിഹ എന്ന് പറഞ്ഞ അങ്ങനത്തെ എന്താ? ഹിയ, ഹിയാണ്. യാ അബ്നാഉ ഡാഷ് ലായിബൂന, അൻതും നിങ്ങൾ. ജവാദുൻ ഡാഷ് ഉസ്താദി. ജവാദ് ഉസ്താദി, അവൻ. ഫാത്തിമ, ഫാത്തിമ ഡാഷ് ഉഖ്തി. ഹിയ യബ്ന വയാ ബിന്ത്, യാ ഇബ്നു വയാ ബിന്ത്, ഏ മോനെ, ഏ മോളെ. ഹുമാ അല്ലെങ്കിൽ അൻതുമ, അൻതുമ നിങ്ങൾ രണ്ടുപേരും. ഏ മോനെ ഇവിടെ പ്രസന്റിലുണ്ട്. അൽ മുസ്ലിമൂന ഡാഷ് യദ്ഹബൂന ഇലൽ മക്ക. ഹും ഡാഷ് മുസ്ലിമൻ അൽ ഇസ്ലാമു ദീനി. അന മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ ദീനി. ഈ മുഫ്രദ് ഏതാണ്, ജമ്മ ഏതാണ് നോക്കണം. മുഫ്രദ് ഒറ്റക്കുള്ളത്. ചെറിയൊരു സാഹചര്യം തോന്നിയത് നിങ്ങൾ എന്ത് ചെയ്തോളി, എഴുതിയെടുത്തോളൂ, ശരിയാവും കേട്ടാ. ഇല്ലാതെ കോംപ്ലിക്കേറ്റ് ആവേണ്ടത്. സ്വദീഖ് എന്നതിന്റെ ജമ്മ് അഥവാ ഇതിന്റെ ബഹുവചനം അസ്തിഖാവ്. കലമ് അക്കലാമ്, ലൗന് അൽവാന്, താലിബ് തുല്ലാബ്, വറക്ക് ഔറാക്ക്, താലിബത്തുൻ താലിബാത്ത്, സൂറത്തുൻ സുവർ, അൻത അൻതും, അൻതി അൻതുന്ന, അന നെഹ്നു, ഹുവ ഹും, ഹിയ ഹുന്ന. ജമ്മ് മുഫ്രദ് തിരിച്ചറിയാൻ പറ്റില്ല. ഇനി ലമീറുകളെ നമ്മൾ ഒന്ന് മനസ്സിലാക്കും. മുൻഫസിലായ ലമീറുകൾ എത്ര? മുൻഫസിലായ ലമീറുകൾ 14. അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇതിൽ ഈ പാഠം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനം ഈ 14 മുൻഫസിലായ ലമീറുകളാണ്. ഇതിനെ കൂട്ടി വായിക്കുന്ന സമയത്ത്, പദങ്ങളോട് ചേർക്കുന്ന സമയത്ത്, വാചകങ്ങളാക്കുന്ന സമയത്ത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ് ഈ പാഠത്തിൽ മുഴുവനായിട്ട് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് മുൻഫസിലായ ലമീറിനെ തിരിച്ചെടുക്കണം. എന്നിട്ട് ആ സെന്റൻസ് പൂർത്തിയാക്കണം. ഹാദാ ഇബ്നുൻ, ഇതൊരു കുട്ടിയാണ്. ഹുവ ദാരിസുൻ, അവൻ പഠിക്കുകയാണ്. ഹാദാ ഇബ്നാനി ഡാഷ് ദാരിസാനി. അപ്പൊ ഹുവ വെച്ച് തുടങ്ങുന്നത് അവർ പ്രസന്റിലുണ്ട്. അവർ 2 കുട്ടികൾ പഠിക്കുന്നവരാണ്. അപ്പൊ ഹുമാ. ഹാവുലായി അബ്നാഉൻ, അവർ കുട്ടികൾ പഠിക്കുന്നവരാണ്. ഹും. ആദിഹി ബിന്തുൻ, പെൺകുട്ടിയാണ്. ഇയ. ആത്താനി ബിന്താനി, ഹുമാ. ഹാവുലായി ബനാത്തുൻ, അവർ പെൺകുട്ടികളാണ്. ഹുന്ന. നീ ഇത് പൂരിപ്പിക്കണം. ഹുമാഹും, ഇയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു.
ഇനി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വമീറുൽ മുൻഫസിൽ കണ്ടെത്തണം. യാ ഇബിനു. ഇപ്പൊ നേരത്തെ വഹുമാഹും എന്നുള്ളത് ഇവിടെ ഇല്ലാത്ത വായിബായ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഹാദിർ, ഇവിടെ ഉള്ള ആൾക്കാരെ കുറിച്ച് പറയാ. ഇബിനു, എന്റെ മോനെ, അന്തദാരിസു, നീ പഠിക്കുന്നവനാണ്. യാ ഇബിനാനി, യാ ഇബിനാനി, രണ്ട് മക്കളെ. അൻതുമാ. അടുത്തത് യാ അബ്നാഉ അൻതും. യാ ബിന്തു ഇബ്നതു. യാ ബിന്തു അൻതി. യാ ബിന്താനി അൻതുമാ. യാ ബനാത്തു അൻതുന്ന. യാ ഇബ്നു അന. യാ ബിന്തു, യാ ബിന്തുൻ നഹ്നു അന. യാ ബിന്തു, മോളെ. അന ദാരിസത്തുൻ. നഹ്നു അബ്നാഉൻ. നഹ്നു ദാരിസന. നഹ്നു ബനാത്തുൻ. നഹ്നു ദാരിസാത്തുൻ. അവിടെ ആണിനും പെണ്ണിനും ഒരേപോലെയാണ്. ഇനി അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്. വ അന തവ്വാബുർ റഹീം. അനാണ്ട ഖാലു ഇന്നമാ നഹ്നു. വടാ നഹ്നു. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വട ഹും. ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇവിടെ ഏതാ? അൻത. ഖുൽ ഹുവല്ലാഹു അഹദ്. ഹുവ. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന. ഈ എഴുതാനാ പറയുന്നത്. വഹുമാഹും യഹുമാഹുന്ന. അൻത അൻതുമാ അൻതും അൻത അൻതുമാ അൻതുന്ന എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫിക്റത്തുൻ റായിയ. നല്ല ഉയർന്ന ഒരു ചിന്താഗതി. ഫിക്റത്തുൻ റായിയ. സാലിമുൻ വ ഷാക്കിറുൻ അഖവാനുൻ. സാലിമുൻ ഷാക്കിറും നല്ല സഹോദരങ്ങളാണ്. ഉമാ യതഹാദസാനി. അവർ തമ്മിലൊരു സംഭാഷണം നടന്നു. ഷാക്കിർ, മാതാ നഫലുൽ യൗം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ സാലിം പറയുന്നല്ല, അബു ബി ഖുറത്തിൽ ഖദമി മാ റഅയുക. നമുക്കിന്ന് ഫുട്ബോൾ കളിച്ചാലോ, എന്താ എന്റെ അഭിപ്രായം? ഷാക്കിർ പറഞ്ഞു, നഅം, ശരി. ലാക്കിൻ അയിനൽ ഖുറ, എവിടെയാണ് ഫുട്ബോള്? സാലിം, ലാ അതിന് എനിക്കറിയില്ല. മാതാ സനഫല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷാക്കിർ, ഹൽ തുഹിബു ലുഅബത്തുൽ ഇന്റർനെറ്റ്. എനിക്ക് ഗെയിം കളിക്കാൻ അറിയോ ഇന്റർനെറ്റിൽ? സാലിം, ലാ ലാ ഉഹിബു, എനിക്ക് ഇഷ്ടമല്ല. ഷാക്കിർ പറയാം, അൽ തുഹിബു തഅമു തുയൂർ. അപ്പൊ ഷാക്കിർ പറയാം, നമുക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സാലിം, നാം നാം അത് ഈ ഫിക്റായ നല്ല ചിന്താഗതിയാണ്. കൈഫനുത്തൊഴി, എങ്ങനെ നമ്മൾ കൊടുക്കുക? ഷാക്കിർ പറയും, നഷ്കുറു നൻഷുറു, നമ്മൾ വിതറി കൊടുക്കും. അറുസ, അരി, അലല്ല അറളി, ഭൂമിയിൽ. ഇപ്പൊ തഅതി തുയൂർ, അപ്പൊ പറവുകൾ വരും. സാലിം, മയ്യഅതി ബിർറുസ്, ആരാണ് അരി കൊണ്ടുവരാ? ഷാക്കിർ പറ, ഹയ്യാൻ അതി, നമുക്ക് ഒരുമിച്ച് പോവാം. ബിഹി മഅൻ വനുതഇമുഹാ. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇസ്തിഫാമിന്റെ അക്ഷരങ്ങൾ. ഇസ്തിഫാം എന്ന് പറഞ്ഞത് പറയാൻ വേണ്ടി പോവാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. മാത, മ, നഅം, ഐന, ലാ, ഹൽ, കൈഫ, മൻ. നസ്അലു വനുജീബു ജവാബൻ ആഖറ കമാ ഫിൽ മിസാലി. മസ്മുക്? ഇസ്മി സഫ്വാൻ. ഇനി ഇതിൽ വേറെ ഉത്തരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇസ്മി ആദിൽ എന്ന് പറഞ്ഞില്ലേ. മാ ഫി യദിക, നിന്റെ കയ്യിൽ എന്താണ്? ഫി യദി കിതാബി. ആണെങ്കിൽ പറഞ്ഞോളി. ഫി യദി ഹാത്തിഫുൻ, നിന്റെ കയ്യിൽ മൊബൈലാണ്. അയിന മദ്രസത്തുക, നിന്റെ മദ്രസ എവിടെയാണ്? മദ്രസത്തി ഫിൽ മദീന. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? മദ്രസത്തി ബഈദും ഫിൽ ബൈത്തി, വീട്ടിൽ നിന്ന് വിദൂരത്താണ്. അൽ തുഹിബ്ബുൽ ഖിറാഅത, നീ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? നഅം മുഹിബ്ബുൽ ഖിറാഅ. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ലാ ഉഹിബ്ബുൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വേറെ സെന്റൻസ് ആയി. അല്ല, എന്തൊക്കെ ദർറാജ, നിന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടോ? ലാ ലൈസ ഇൻദി ദർറാജ. വേണമെന്ന് പറയാം നഅം ഇൻദി ദർറാജ എന്നും പറയാം. വേറൊരു വാക്ക് മാറ്റി എഴുതാം. കൈഫ ഹാലുക്, നിന്റെ അവസ്ഥ എന്താ? അൽഹംദുലില്ലാ നബി ഖൈർ. വേണമെന്ന് അന ത്വയ്യിബ് ശുക്രൻ എന്ന് വേണമെങ്കിൽ പറയാം. മമ്മഅക, നിന്റെ കൂടെ ആരാണുള്ളത്? മഈ അഖിൽ കബീർ മഅ ഉമ്മീ എന്നും പറയാം. ഡാഷ് നഖ്താറു വനുക്കമ്മിൽ, നമുക്ക് പൂരിപ്പിക്കണം.
മൻ ആരാണ് കളിക്കുക ഫുട്ബോളിറ്റ് ഡാഷ് ഡാഷ് തുഹിബ്ബു സിബാഹ തുഹിബ്ബു സിബാഹ നീ നീന്താൻ അറിയോ ഇഷ്ടപ്പെടുന്ന ആളാണോ ഡാഷ് ബൈത്തുക ഐന ബൈത്തുക ഐന ഉണ്ടോ ഇത് കൂട്ടുക ഡാഷ് ഫിൽ ഹക്കീബത്തി മാതാ ഫിൽ ഹക്കീബത്തി പോരെ മാത എന്താണ് തദ്ഹബുല സൂക്കി കടയിലേക്ക് പോകണം ചന്തയിലേക്ക് കൈഫ കൈഫ തദ്ഹബുല സൂക്കി എങ്ങനെയാണ് ചന്തയ്ക്ക് പോവുക അതിന്റെ ഉപ്പന്റെ പേരെന്താന്ന് ചോദിക്കുന്നത് മാ ഇസ്മു അബീക ഇസ്മു അബീക എന്ന് പറഞ്ഞാൽ ഉപ്പന്റെ പേര് മാ ഇസ്മു അബീക ഇനി തഫ്സീലു ബിൽ മുനാസിബ് കമാ ഫിൽ മിസാലി മാത എന്ന് കൊടുത്തോടത്ത് നമുക്ക് എന്താണ് എഴുതുന്നത് ഉത്തരം പറയണം അതാണ് തഫ്ഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ എന്ന് കൊടുത്തിട്ടുണ്ട് എന്തായത് നമ്മള് ഇസ്മുക്ക എന്റെ പേരെന്താണ് കൈഫ എങ്ങനെ എന്നാണ് കൊടുത്തത് ഇവിടെ എന്താ ഹാലുക്ക കണ്ട ഒറ്റടിയിൽ ഇത് 3 ഐന അഞ്ചാമത്തേത് ഉസ്താദുക്ക കണ്ടങ്ങള് അഞ്ചാമത്തെ ഉസ്താദുക്ക നഖറഉ വനസ്അലു കമാ ഫിൽ മിസാലി വായിക്കും ചെയ്യുക എന്നിട്ട് ചോദ്യം ഉണ്ടാക്കുകയും ചെയ്യാം ഈ പറഞ്ഞ വേർഡിനെ നേരെ ചോദ്യമാകും യഖറഉ സാലിമുൽ ഖുർആന സാലിം ഖുർആൻ വായിച്ചു മൻ യഖറഉൽ ഖുർആൻ ആരാണ് ഖുർആൻ വായിച്ചത് അടുത്ത ചോദ്യം നഅം സമിഅത്തുൽ അദാന ഹൽ സമിഅത്തുൽ അദാൻ ഈ ബാങ്ക് കൊടുക്കണ കേട്ടോ ഹക്കീബത്തി അല താവില എന്റെ ബാഗ് ടേബിളിന് മുകളിലാണ് ഐനൽ ഹക്കീബ ഐന എവിടെ യൽഅബു സാലിമു ബിൽ ഖുറത്തി സാലിം ഫുട്ബോൾ കളിച്ചു മൻ യൽഅബു ബിൽ ഖുറത്തി ആരാണ് അന ബിഖൈർ കൈഫൽ ഹാൽ ചോദിച്ചു ഇസ്മി ഖദീജ എന്റെ പേര് ഖദീജ എന്നാണ് എന്റെ പേര് എന്താണെന്ന് നമുക്ക് ചോദിക്കണ്ടേ മസ്മുഖ് മാ ഇസ്മുക്ക ലാ ലൈസ ഇൻദി ജവ്വാൽ എന്റെ കയ്യിൽ ഫോണില്ല അപ്പൊ നിന്റെ ഫോൺ ഉണ്ടോ ഹൽ ഇന്ദക ജവ്വാൽ മനസ്സിലായോ നമുക്ക് എന്താണോ ഇവിടെ പറയുന്നത് അതിന്റെ നേരെ ചോദ്യമാക്കുക ആദ്യം മലയാളത്തിലാക്കുക എന്നിട്ട് ശേഷം അറബിയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇനി ഇവിടെ പറയുന്നതിൽ തഫീമിന്റെ അക്ഷരങ്ങൾ ഉണ്ടാകാൻ നോക്കണം വമാ അദറാക മൽഹുതമ വമാ ഉണ്ടാ വമാ ഹൽ അതാക ഹദീസുൽ ഗാശിയ ഹൽ നാലാമത്തെ പാഠം മെയിൻലി എന്താണ് തഫ്ഹീമിനെ തിരഞ്ഞെടുക്കുക നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കണം അല്ലെ ഇസ്തിഫാമിന്റെ അക്ഷരങ്ങൾ അടുത്തത് നമ്മൾ പറയാ മുത്തസിലായ ലമീറുകൾ മുത്തസില ചേർക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഐന അൻത എന്നൊക്കെ പറഞ്ഞു ഇതിനെ ചേർക്കണം ചേർത്തിട്ട് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ ഉള്ള ലമീറുകളുണ്ട് അത് നമ്മൾ മുത്തസിലായ ലമീറിനെ എന്ന് പറയും ചേർത്ത് പറയേണ്ട ലമീറുകൾ അപ്പൊ നമുക്ക് ഒരു കഥയിലൂടെ പറയാം നസൂറുൽ ജത്ത് അപ്പൊ ഉപ്പയെ നമുക്ക് സന്ദർശിക്കാം വല്യുപ്പയെ നമുക്ക് സന്ദർശിക്കാം കാന നബീലു യൻദുറു ഇല തഖ്വീമി ഫജാ അബൂഹു കാന നബീലെ യൻദുറു നോക്കുന്നവനായിരുന്നു ഇല തഖ്വീമി കലണ്ടറിലേക്ക് ഫജാ അബൂഹു അപ്പൊ അവന്റെ ഉപ്പ പോയി വന്നു വന്നു അസ്സലാമു അലൈക്കും എന്താണ് മാതാ തൻദുറു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ നീ എന്താണ് നോക്കുന്നത് അപ്പൊ നബീൽ പറയാണ് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് അൻദുറു ഞാൻ നോക്കുന്ന യൗമുൽ ഈദി എന്നാണ് പെരുന്നാൾ ദിവസം എന്ന് നോക്കുകയാണ് അൽ ഈദ് ഫി യൗമിൽ അഹദ് ഞായറാഴ്ച ദിവസമാണ് ഈദ് എന്ന് തോന്നുന്നു നഅം അതെ യൗമുൽ ഈദി യൗമുൽ അഹദ്
ഞായറാഴ്ച ദിവസം തന്നെയാണ്. നദ്ഹബു അന്ന് നമ്മൾ പോകും സിയാറത്തിൽ ജദ്ദിക ഫി യൗമിൽ ഇത്നൈൻ ഇൻഷാ അല്ലാഹ്. ഉപ്പ പറയണേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്യപ്പാന്റെ അടുത്ത് പോവാ ഇൻഷാ അല്ലാഹ്. യാ നബീൽ ഐന ഉഖ്തുക റഹീമ, നിന്റെ സഹോദരി എവിടെ റഹീമ? അടുത്ത റഹീമ അന ഹാദിർ യാ ബാബ, ഞാൻ ഇവിടെ ഉണ്ട്. അബു അന ഐന ഉമ്മുക്കി യാ റഹീമ, റഹീമ നിന്റെ ഉമ്മ എവിടെ? ഉമ്മ പറയാ അന ഐളൻ ഹാദിറുൻ, ഞാൻ ഇവിടെ ഹാദിറാണ്. ഇപ്പൊ പറയാ ഔലാദിന്റെ മക്കളെ നഹ്നു നദ്ഹബു, നമ്മൾ പോകുന്നുണ്ട്. ജമീഅൻ ഒരുമിച്ച് ലിസിയാറത്തി ജദ്ദിക്കും, നിങ്ങളുടെ വല്യപ്പാനെ സിയാറത്ത് ചെയ്യാൻ അവിടെ യൗമുൽ ഈദ്, ഈദ് ദിവസം. അൽ അൻതും മുസ്തഇദ്ദൂൻ, നിങ്ങൾ തയ്യാറാണോ? റഹീമ പറയാണ് തൊബഅൻ തൊബഅൻ, ഞങ്ങൾ റെഡി, നല്ലത്. നസ്കുനു, നമ്മൾ അവിടെ താമസിക്കാം, നമുക്കവിടെ താമസിക്കാം. മഅ ജദ്ദിന, നമ്മുടെ വല്യപ്പയോടുകൂടെ. യൗമു തുലസായി, ചൊവ്വാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസം. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം. അപ്പൊ ഉപ്പ പറയുന്നു നിർജിഉ ഫി യൗമിൽ ജുമുഅ, നമുക്ക് അവിടുന്ന് വെള്ളിയാഴ്ച തിരിച്ചു വരാം. മതാ തുഫ്തഹു, മതാ തുഫ്തഹ് മദ്രസത്തക്കും, നിങ്ങളുടെ മദ്രസ എന്നാ തുറക്കുക? ബഅദൽ ഈദ്, ഈദ് കഴിഞ്ഞതിന് ശേഷം. നബീൽ ഫി യൗമുസ് സബ്തി ഇൻഷാ അല്ലാഹ്, ശനിയാഴ്ച ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിച്ചാലോ? ഇവിടെ നമ്മൾ ഒരാഴ്ചയിലെ ദിവസങ്ങൾ നമ്മൾ അറബിയിൽ പഠിച്ചു. ഒന്ന് യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസം. യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം. യൗമുൽ സുലുസായി, ബുധനാഴ്ച ദിവസം. യൗമുൽ അർബിയായി, ബുധനാഴ്ച ദിവസം. യൗമുൽ ഖമീസി, വ്യാഴാഴ്ച ദിവസം. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. യൗമുസ് സബ്തി, ശനിയാഴ്ച ദിവസം. ഇവിടെ മുത്തസിലായ ലമീറുകൾ ഏതൊക്കെയാണ്? ചേർത്ത് വായിക്കുന്ന. ജദ്ദുക, നിന്റെ വല്ലിപ്പ. ജദ്ദുക്കി, നിന്റെ വല്ലിപ്പ. ജദ്ദുക്കും, നിങ്ങളുടെ വല്ലിപ്പ. കിതാബുക, താബുക, കണ്ട ക പകരം ക എന്ന് ചേർത്തത്. കിതാബുക, നിന്റെ പുസ്തകം. കിതാബുക്കി, നിന്റെ സ്ത്രീയുടെ. കിതാബുക്കും, നിങ്ങളുടെ. അസ്സലാമു അലൈക, നിന്റെ പേരിൽ. അസ്സലാമു അലൈക്കി, നിന്റെ സ്ത്രീ ആയിട്ടുള്ള നിന്റെ പേരിൽ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ എല്ലാവരുടെ മേലിലും സലാം ഉണ്ടാവട്ടെ. ഇതാണ് ലബീർ മുത്തസില. ചേർത്ത് വായിക്കണം. ഇവിടെ ലബീർ മുത്തസിലായിട്ടുള്ള വേർഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കാം. അൻത ദാരിസുൻ, അൻത ദാരിസുൻ, നീ പഠിക്കുകയാണ്. അൻതി ദാരിസത്തുൻ, നീ പഠിതാവാണ്. അൻതും ദാരിസൂന. അന താലിബുൻ, ഞാൻ കുട്ടിയാണ്. അന താലിബത്തുൻ, ഞാൻ കുട്ടിയാണ്, പെൺകുട്ടിയായിട്ടൊരു കുട്ടിയാണ്. നഹ്നു തുല്ലാബുൻ, നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികളാണ്. ചേർത്ത് വായിക്കാം. യാ നബീലു, യാ റഹീമത്തുൻ, യാ അല്ലാഹ്, യാ അബീ, യാ ഉമ്മീ, യാ റബ്ബി, യാ ഔലാദി. അയ്യാനുഷ്ഠി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാട്ടാ. ഇവിടെ മൊത്തം ഒരാഴ്ചയെ കുറിച്ച് പറയാം. അനല്ലുസ്ബൂഉ വലി അയ്യാം ഹയ്യാ നദ്കുറു അഹ്ബാബി യൗമുൽ അഹദി യൗമുൽ ഇത്നൈൻ യൗമുൽ തുലുതാ അയ്യാമി യൗമുൽ അർബിആ യൗമുൽ ഖാമിസി യൗമുൽ ജുമുഅത്തി അയ്യാമി യൗമുസ് സബ്തി ആഖിറു യൗമി ഹാദിഹി സബ്അത്തു അയ്യാമി. ഒരാഴ്ച ഒരു പാട്ടാക്കിയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പാടാം. നമ്മൾ യോജിച്ചത് ചേർക്കണം. റെഡിയാണോ? കിതാബുക, മൻ ഉസ്താദുക, യാ ഔലാദി, യാ ഇബ്നു, യാ ബിന്തു എന്നൊക്കെയാണ്. ഇവിടെ യോജിച്ച് ചേർക്കണം. ഇതിനെ ഇതുമായിട്ട് നമ്മൾ ഇതാക്കണം. ഐന കിതാബുക, നിന്റെ കിതാബ് എവിടെയാണ്? ആരെയാണ് കിതാബുക്കി? ഐന കിതാബുക്കി, ഇവിടെ സ്ത്രീയാണ്. ഐന കിതാബുക്കി യാ ഫാത്തിമ. ഓക്കെ. മൻ ഉസ്താദുക, നിന്റെ ഉസ്താദ് ആരാണ് എന്നാണ് ചോദിക്കണം. ഇത് ആൺകുട്ടിയാണ്. യാ റബ്ബാനു, യാ ഔലാദു, ഏ മക്കളെ. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഐന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? യാ ഇബ്നു,
ഏ മോനെ. നിന്റെ പേരെന്താണ്? യാ ബിന്തു, ഏ മോളെ. നിന്റെ പേരെന്താണ്? അവിടെ കീ കണ്ട, കീ വന്നു കഴിഞ്ഞാൽ അവിടെ ലേഡിയാണ്. ചേർത്തിട്ട് വായിക്കണം. ബൈത്തുൻ, ബൈത്തുക്ക, ബൈത്തുക്കി, ബൈത്തുക്കും. അബൂക്ക, അബൂക്കി, അബൂക്കും. കിതാബുക്ക, കിതാബുക്കി, കിതാബുക്കും. നുക്കമ്മിലു അനാ നഹ്നു. അതിലെ അനയും നഹ്നും ചേർക്കുക. ദാരിസുൻ, അന ദാരിസുൻ, നഹ്നു ദാരിസൂന. ഇബിനുൻ, അന ഇബിനുൻ, നഹ്നു അബ്നാഉൻ. അന ബിന്തുൻ, നഹ്നു ബനാത്തുൻ. അന ത്വാലിബുൻ, നഹ്നു തുല്ലാബുൻ. അന ജാലിസുൻ, നഹ്നു ജാലിസൂന. ഉണ്ടോ? ഇനി ഇവിടെ അൻത, അൻതി, അൻതും കൂട്ടിയിട്ട് വായിക്കണം. ദാരിസുൻ എന്ന വേർഡിനെ അന ദാരിസുൻ, അൻതി ദാരിസത്തുൻ, അൻതും ദാരിസൂന. അൻത ത്വാലിബുൻ, അൻതി ത്വാലിബത്തുൻ, അൻതും ത്വാലിബൂന. അൻത ജാലിസുൻ, അൻതി ജാലിസത്തുൻ, അൻതും ജാലിസൂന. അൻതി ബിന്തുൻ, അൻതും ഔലാദുൻ. ഇവിടെ നോക്കി, അതുപോലെ പഠിക്കണം ട്ടാ. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉത്തരമായിട്ട് മാറിയത് എന്നുള്ളതാണ് സീക്രട്ട്. ഇവിടെ നമ്മള് ചേർത്ത് വായിക്കണം. ഇവിടെ ആഴ്ചയിലുള്ള ദിവസത്തെ നമ്മൾ നോക്കണം. ഇവിടെ യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, അതിന്റെ മുന്നിലുള്ള ഏതാ ഞായറാഴ്ച? യൗമുൽ അഹദ്. അത് കഴിഞ്ഞാൽ യൗമുൽ തലാത്തൂന ചൊവ്വാഴ്ച. യൗമുൽ അറബിയ എന്ന് പറഞ്ഞ ബുധനാഴ്ച. യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച. യൗമുൽ സബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച. ദിവസങ്ങൾ പറയുന്നുണ്ട് ഈ ആയത്തിൽ. അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് കണ്ടെത്തുക. അതിനടിയിൽ എന്ത് ചെയ്യുക? മുത്തസിലും മുൻഫസിലായിട്ടുള്ള ദമീറുകളുണ്ട്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർത്ത് പറഞ്ഞത്, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിടർത്തി പറഞ്ഞത്. അത് ഇതാക്കാം. അത് യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅ കണ്ടാ, യൗമുൽ ജുമുഅ. ഇത് അൻതും, അൻതും ആണ്, ഇത് മുൻഫസിലാണ്. ശനിയാഴ്ച. ഇന്നക്ക കണ്ടാ, ഇത് മുത്തസിലാണ്. അൻത മുൻഫസിലാണ്. നഹ്നു, നഹ്നു മുൻഫസിൽ, മുൻഫസിലായ ദമീർ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്തി പറഞ്ഞത്. മുത്തസിലാണ്. ലക്കി, ഇത് മുത്തസിലാണ്. ഇന്ന അക്രമക്കും, അക്രമക്കും കണ്ട, യാ നൂഹു ഇന്ന, അന കണ്ട, ഇന്നനിയും ഉണ്ട് അനും ഉണ്ട്. ഇല്ല അന, ഇവിടെ കണ്ട അന. ഓരോ ദിവസങ്ങളെ കുറിച്ച് പറയുന്നത് യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലസാ. അപ്പൊ അത് അതേപോലെ എഴുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അമാമൽ മായിദ, ആറാമത്തെ പാഠത്തിലേക്ക് എത്തി.
ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാല് നമ്മളെ ജിഹത്തുകൾ, ജിഹത്ത് എന്ന് പറഞ്ഞ ദിശകൾ, മുന്ന് പിന്ന് മുകള് താഴെ, ആ ജിഹത്ത് നമ്മൾ പഠിക്കണം. ഒരു കഥ രൂപത്തിലാണ് പറയുന്നത്. നോക്കിക്കൊള്ളട്ടാ. അമാമൽ മായിദ, സുപ്രക്ക് മുന്നിൽ, തീന്മേശക്ക് മുന്നിൽ എന്നാണ് പാഠത്തിന്റെ പേര്. സ്വല്ല അലാൽ ഉസ്രത്തി, ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും, അലാ എന്ന് പറഞ്ഞ എണ്ണം, ഉസ്രത്ത് എന്ന് പറഞ്ഞ കുടുംബം, എല്ലാവരും നമസ്കരിച്ചു. സ്വലാത്തൻ ദുഹരി, ദുഹനസ്കാരം, ജമാഅത്തൻ ജമാഅത്തായിട്ട്. അപ്പൊ അഹ്ലറത്തിൽ ഉമ്മും, അപ്പൊ ഉമ്മ അവിടെ എന്ത് ചെയ്തു? ഭക്ഷണം കൊണ്ടുവന്നു. അലൽ മായിദ്, സുപ്രക്ക് മുകളിൽ, തീന്മേശക്ക് മുകളിൽ. വ ജലസു, എന്നിട്ട് അവരെല്ലാവരും ഇരുന്നു. അമാമൽ മായിദ, മായിദക്ക് അഥവാ സുപ്രക്ക് മുകളിൽ. ബഅദ ഒസലിൽ യദി, കൈ കഴുകിയതിന് ശേഷം. ജലസൽ അബു, ഉപ്പ ഇരുന്നു. ഫി ഫി യമീന് ജാസിരിൻ, ജാസിറിന്റെ മുന്നിൽ തന്നെ ഇരുന്നു. വഫി ഷിമാലിഹി ഉമ്മുഹു, ഇടത് ഭാഗത്താരാ? ഉമ്മയാണ്. ഉഖ്തുഹു അനീസ, പിന്നെ സഹോദരി അനീസ ഉണ്ട്. വഖാലു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അവരെല്ലാവരും കൂടിയിട്ട് ബിസ്മി പറഞ്ഞു. വബദഉ, അവർ തുടങ്ങി. അൽ അക്ല, തിന്നാൻ തുടങ്ങി. ഹുനാക ബാഖത്തുൻ അസ്ഹാറുൻ, അവിടെ ഒരു പൂച്ചട്ടുണ്ടായിരുന്നു, പൂച്ചട്ടി അല്ലെ, പൂച്ചണ്ട്. അല തോവിലെത്തി, ടേബിളിന്റെ മുകളിൽ. വറാ അൽ അബി, ഉപ്പക്ക് പിന്നിലാണ് നിൽക്കുന്നത്. അൽക്കിത്തു, അപ്പൊ ഒരു പൂച്ച വന്നു. വജലസ, ഇരുന്നു. തഹ്ത തോവില, ടേബിളിന്റെ അടിയിലിരുന്നു. വക്കാനത്തിൽ മിർവാഹ, അവർക്ക് അവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. തെതൂറു, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫൗഖഹും, അവർക്ക് മുകളിൽ. വബഅദൽ അക്ലി, തിന്നതിന് ശേഷം. ഖാലു, അവർ പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇവിടെ നമ്മൾ പഠിക്കണ എന്താ? ദിശകളാണ് പഠിക്കുന്നത്. ഇവിടെ ഏതൊക്കെ ദിശകൾ? അമാമൽ മായിദ, സുപ്രക്ക് മുന്നില്. ഫി യമീനിൻ ജാസിരിൻ, ജാസിറിന്റെ വലത് ഭാഗത്ത്. ഫി ഷിമാലിൽ ഉമ്മി, ഉമ്മന്റെ ഇടത് ഭാഗത്ത്. തഹ്ത താവില, ടേബിളിന്റെ താഴെ. വറാ അൽ അബി, ഉപ്പക്ക് പിന്നില്. ഫൗഖഹും, അവർക്ക് മുകളിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിളാണ്. ഈ ദിശകൾ കാണാതെ പഠിച്ചാൽ മതി. നുക്കമ്മിലു ബി അസ്മാഇൽ ജിഹാത്തി വനർത്തജിഉ വനതറജ്ജിമു കമാ ഫിൽ മിസാൽ. ഇവിടെ എന്താണ് വെച്ചാൽ, നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ ഉള്ളത് ഇവിടെ എഴുതുക, ശേഷം ഇതിന്റെ അർത്ഥം എഴുതുകയും ചെയ്യാം. അപ്പൊ സെന്റൻസ് ആവും ചെയ്യും, അതിന്റെ അർത്ഥം എഴുതും. അമാമൽ മദ്രസത്തെ ബുസ്താനും, മദ്രസക്ക് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ഓക്കെ. ജബലുൻ സഈറുൻ, വറഅൽ ബൈത്തി ജബലുൻ സഈറുൻ, വീട്ടിന് പിന്നിൽ ചെറിയ മലയുണ്ട്. നംഷി ഫി യമീനി ശാരിഇ, ചേർന്ന് ഞങ്ങൾ നടന്നു. നബ്സുഖു ഇല ഷിമാലിന, നബ്സുഖു ഇല ഷിമാലിന, ഞങ്ങൾ ഇടത് ഭാഗത്തേക്ക് നോക്കുന്നു. നബ്സുഖു, ഞങ്ങൾ നോക്കുന്നു. ഇല ഷിമാലി, ഞങ്ങൾ ഇടത് ഭാഗത്തേക്ക്. യജ്ലിസുൽ ഖിത്തു ഡാഷ് അത്താവില, പൂച്ച ടേബിളിന്റെ താഴെ ഇരുന്നു. യതീറുൽ ഉറാബു ഫൗക്കൽ ബൈത്തി, വീടിന് മുകളിൽ കാക്ക പറക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഓപ്പോസിറ്റ് ചെയ്താണ്. അമാമി എന്ന് പറഞ്ഞിടത്ത് വറാ, ഫൗക്ക എന്ന് പറയുന്നത് തെഹ്ത, യമീൻ എന്ന് പറഞ്ഞാൽ ഷിമാല്, ഷിമാൽ എന്ന് പറഞ്ഞാൽ അമാമു, വറാ എന്ന് പറഞ്ഞാൽ അമാമു, തെഹ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗക്ക. ഇവിടെ ഉണ്ട് ഈ കുട്ടീനെ നോക്കി. ഈ കുട്ടി നിൽക്കണം ഫൗക്ക്, അവന്റെ മുകളിൽ. ഷിമാലി, അവന്റെ ഇടത് ഭാഗത്ത്. യമീന്, അമാമു, തെഹ്ത്ത്. ഇവിടെയാണെങ്കിലോ, ഇത് ഇവന്റെ യമീനാണ്, ഇത് ഫൗക്ക്, ഇത് തഹ്ത്ത്, ഇത് ഷിമാലി. ഇനി ഇവിടെ നമ്മൾ യോജിപ്പിക്കണം. ഇവിടെ അമാമൽ
ബൈത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. ഉമാമ ആ യസിലു ബിൽ മുനാസിബൈനി കമാ ഫിൽ മിസാൽ. രണ്ട് യോജിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ആദ്യം ഒന്ന് നമുക്ക് യോജിപ്പിക്കാം, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പറ്റിയ എഴുതാം. അമാമൽ ബൈത്തി എന്ന് ഇവിടെ എഴുതിയിട്ടുള്ള നെഹ്റുൻ സഹീറുൻ, ചെറിയൊരു പുഴയുണ്ട്. മറ്റൊന്ന് യനാമുൽ ഖനമ, ആട് ഉറങ്ങുന്നു. ഇതിന് പറ്റിയ നല്ല പോയിന്റാണ്. യത്തീറു തായറു, യത്തീറു തായറു, പക്ഷി പറക്കുന്നു. എവിടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫൗക്കൽ ജബലി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ തഹ്ത ഷജറാത്തും കൊടുക്കാം. അടുത്ത വറാ അൽ ജിദാരി, മതിലിന് പിറകിൽ. എന്തൊക്കെ ഉണ്ട് മതിലിന് പിറകിൽ? നെഹ്റുൻ സഹീറുൻ, ചെറിയൊരു പുഴയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആട് ഉറങ്ങണം എഴുതാം. യൽഅബുൽ ഇബ്നു, കുട്ടി ചെറു കളിക്കുകയാണ്. എവിടെ? തഹ്ത ഷജർ എന്ന് കൊടുക്കാം, ഫൗക്കൽ ജബലി എന്നും കൊടുക്കാം. അപ്പൊ രണ്ട് യോജിച്ച് നമ്മൾ കണ്ടെത്തി അല്ലേ. അടുത്തത് നഖ്താറുൽ കലിമാത്ത് മിനൽ മുറബ്ബഹി വനുറത്തിബു അൽ ബഹായിമു ഫിൽ യമീനി അൽ ലിബിനി വൽ ഖദറവാത്ത് തഹ്ത വത്തുയൂർ ഫി ഷിമാലിഹി വൽ അദവാത്തു അൽ മൻസിലി ഫൗക്ക. മനസ്സിലായത് നോക്കി. ഇവിടെ 4 കോളം തന്നിട്ടില്ല. ഈ 4 കോളത്തിൽ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഈ പദങ്ങൾ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി മുന്നിലാണല്ലോ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ വലത് ഭാഗത്ത് ഇവിടെ, ഇടത് ഭാഗത്ത് പക്ഷികളെ പേര് എഴുതണം. അടിയിൽ എന്താ എഴുതണ്ടേ? പച്ചക്കറികൾ എഴുതണ്ടേ. മുകളിലോ നോക്കി ഏതൊക്കെയാണ് ആദ്യം അക്ഷരങ്ങൾ ഇതിൽ ഏതാണ് മനസ്സിലാക്കി. കോവിലത്ത് മേശ, ബാമിയ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളരിക്കല്ലേ. ബബഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തമ്മ. ഒനം എന്ന് പറഞ്ഞാൽ ആട്. അർണബ് എന്ന് പറഞ്ഞാൽ മുയല്. ടൊമാത്തിം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ. ഹമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ്. ബക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. ഉറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക. ഫഇസ് എന്ന് പറഞ്ഞാൽ ഫഇസ് എന്താ? ഫഇസ് കോടാലിയാണ്. ഖിയാർ, ഖിയാർ എന്താ? വെള്ളരിക്ക. ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ്. നിങ്ങൾക്ക് മനസ്സിലായത് ഇതിൽ വീട്ടുപകരണങ്ങൾ ഏതാണ്, മൃഗങ്ങൾ ഏതാണ്, പക്ഷികൾ ഏതാണ്, മൃഗങ്ങൾ ഏതാണ്? അതുപോലെ എഴുതി. അപ്പോ ഏതാണ് മുകൾ? ആദ്യം നമുക്ക് വലത് ഭാഗത്ത് മൃഗങ്ങളാണ്. ഇവിടെ മൃഗങ്ങൾ നോക്കി. ബക്കറ ഉണ്ട്, ഒനമുണ്ട്, അർണബുണ്ട്. ഇവിടെ എഴുതുക. ഇനി അടുത്ത ഭാഗത്ത് ഏതാണ്? ഇടത് ഭാഗത്ത് പറഞ്ഞെങ്കിൽ പക്ഷികളാണ്. പക്ഷികളിൽ എന്ത്? ബബഗാവ്, ഹമാമ്, ഉറാബ്. ഈ മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വീട്ടിലെ സാധനങ്ങളാണ്. ആണോ? മുകളിൽ അതിൽ ഏതൊക്കെയാണ്? തോവിലത്ത്, ഫഇസ്, ദൽവ്. ഏറ്റവും അടിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പച്ചക്കറികളാണ്, ഖദറവാത്താണ്. ബാമി വെണ്ടക്ക, ടൊമാറ്റിം, ഖിയാർ. മനസ്സിലായല്ലോ. ഈ മുദക്കർ മുഅന്നസ് അഥവാ ആണും പെണ്ണും തിരിച്ചറിയാൻ. അബ് ഉപ്പാണ്, അത് ആണാണ്, ഉമ്മ്. ജദ് വല്ലിപ്പ, ജദ്ദത്ത് വല്യമ്മ. ഇബിന് മോന്, ബിന്ത് മകള്. സദീഖ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, സദീഖ് എന്ന് പറഞ്ഞ സഹോദരി. അഹ് എന്ന് പറഞ്ഞ സഹോദരൻ, ഉഹത്ത് സഹോദരി. ദീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു തിരുത്തുണ്ട്. സദീഖ് എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് കേട്ടാ. ദീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി. ദജാജത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ പറയണം. ഇവിടെ കണ്ടോ? പിതാവ് കസേരയിൽ ഇരുന്നു. ജലസൽ അബു അലൽ കുർസി, കുർസിക്ക് മുകളിൽ ഇരുന്നു. ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. സല്ലൽ ജാസിറു സ്വലാത്തൽ മഗ്രിബി. അനീസ് കൈ കഴുകി. വസല വസലത്ത് അനീസുൻ യദൈഹ, അവന്റെ കൈ കഴുകി. ഇതാണ് അറബി.
മുഫ്രദ് വൽ ജമ്മ്. ഇവിടെ നമ്മൾ ജമ്മ് ഏതാണ് മുഫ്രദ് ഏതാണ് തിരിച്ചറിയണം. ഉളുവ് അഅ്ളാഹ്. ഉളുവ് എന്ന് പറഞ്ഞ അവയവങ്ങൾ, അഅ്ളാഹ് എന്ന് പറഞ്ഞ അവയവങ്ങൾ. സഹറത്ത് പൂവ്, അസ്ഹാർ പൂന്തോട്ടം. താവിലത്ത് മേശ, താവിലാത്ത്. ഖുർആൻ ഖുർആൻ ആദ്യം ഓതണം. മിനശ്ശിർ മിനൽ അസ്മാഇൽ ജിഹാത്ത്. ഇവിടെ വശങ്ങളുടെ ഏതൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ടോ അത് അവിടെ അണ്ടർലൈൻ ചെയ്യണം. ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അന ഫൗഖഹു. തഹത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, തഹത്ത് അണ്ടർലൈൻ ചെയ്യണം. ഫൗക്ക് ഉണ്ടോ? അനിൽ യമീനു അനി ഷിമാൽ. യമീൻ. ഫനബദു വറാ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്റഹു അമാമ. തഹത്ത്. അടുത്ത ഒരു പാഠത്തെ ഏഴാമത്തെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എണ്ണം പഠിക്കാൻ വേണ്ടി പോകുന്നു. എണ്ണം എണ്ണം കേട്ടോ. നമ്മൾ നേരെ ഭാഗങ്ങളാണ് പഠിച്ചത്. ഇനി എണ്ണം പഠിക്കാൻ വേണ്ടി പോകും. ഇന്നി റായത്തു അഹദ അശറ കൗകബൻ. ഞാന് 11 കൗകബിനെ കണ്ടു. കണ്ടോ നിങ്ങൾ? 12 മാസങ്ങൾ. എന്റെ ക്ലാസ്സിൽ 13 കുട്ടികളുണ്ട്. അർക്കാനു സ്വലാത്തി അർബഅത അശറ. നിസ്കാരത്തിന്റെ റുക്നുകൾ 14 എണ്ണാണ്. അല ഷജറത്തി ഖംസത അശറ ത്വായിറൻ. 15 പക്ഷികൾ മരത്തിന്റെ മുകളിലുണ്ട്. ഫിൽ കിതാബി പുസ്തകത്തിൽ സിത്തത്ത അശറ ദർസൻ. 16 പാഠങ്ങളുണ്ട്. ഫിസല്ലത്തി കൊട്ടയിൽ സബഅത അശറ മാഞ്ചൻ. 17 മാങ്ങുണ്ട്. അല തോവിലത്തി ടേബിളിന്റെ മുകളിൽ സമാനിയത്ത് അശറ കിതാബൻ. 18 പുസ്തകമുണ്ട്. അലൈഹ തിസ്അത അശറ. 19 പുസ്തകമുണ്ട്. ഈ യകും മിൻകും 20 സാബിറൂന. 20 വാഹിദ്. നമുക്ക് 1 മുതൽ 20 എണ്ണിയാലോ? വാഹിദ് 1, ഇസ്നാനി, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബഅത്തുൻ, സമാനിയത്തുൻ, തിസ്അത്തുൻ, അശറത്തുൻ, അഹദ അശറ, ഇസ്ന അശറ, സലാസത അശറ, അർബഅ അശറ, ഖംസ അശറ, സിത്ത അശറ, സബഅ അശറ, സമാനിയ അശറ, തിസ്അ അശറ, ഇശ്റൂന. മക്കള് ക്യാമറ നോക്കിയിട്ട് പറയണം കേട്ടോ. 8. ഇത് 8 അല്ലേ? ഈ അക്ഷരങ്ങൾ ആദ്യം നിങ്ങൾ നോക്കുക. ശേഷം എന്താണ് അറബിയിൽ ഇതിനെ പറയേണ്ടത് നിങ്ങൾ പഠിക്കുക. ഇവിടെ നിങ്ങൾ ചെരുമ്പടിയെ ചേർക്കേണ്ടത് 8ആണ്. സമാനിയത്തുൻ 4-മത്തത്. ഇതാണ് ഇതിന്റെ ഉത്തരം. 13ആണത് അല്ലേ? സലാസത്ത് അശറ ഇതാണ് വെച്ചടിയിൽ. ഖംസത്ത് അശറ ഇത് 15 അല്ലേ? ഖംസത്ത് അശറ കണ്ട 20ആണ്. ഇശ്റൂന. ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിന് പറ്റിയിട്ടുള്ള അക്ഷരങ്ങൾ അതേപോലെ ഇതിന്റെ പദങ്ങൾ അറബിയിലാക്കിയിട്ട് എഴുതണം. എത്ര എണ്ണം ഉണ്ട് ഇത് എന്ന് പറയും? ഇത് 10 എണ്ണം ഉണ്ട്. അപ്പൊ എന്താ പറയാ? അശറത്തുൻ. ഇത് എത്ര ഉണ്ട്? 15 എണ്ണം ഉണ്ട്. ഖംസ അശറ. ഇത് എത്ര ഉണ്ട്? 20 അല്ലെ? ഇശ്റൂന. അടുത്ത 7 സബഅത്തുൻ 13. സലാസത അശറ. അടുത്ത ഇസ്ന അശറ. അടുത്തത് 6 എന്നാണ്. സിത്തത്തുൻ, സബഅത്തുൻ, ഇസ്ന അശറ, തിസ്അത അശറ. ഇനി അക്ഷരങ്ങൾ എഴുതണം. അഹദ അശറ എന്നത് എങ്ങനെ എഴുതുക? അഹദ അശറ. അഹദ അശറ എന്ന് പറഞ്ഞാൽ 11. ഓക്കെ. സലാസത്ത് 3 ആണ്. അങ്ങനെ. അർബഅത അശറ 14. അശറത്ത് 10.
നുക്കമ്മിലുൽ ജദ്വൽ, നുക്കമ്മിൽ അൽ ജദ്വൽ ഓർഡറിൽ എഴുതണം. തിസ്അത്ത് എന്നാ കൊടുത്തത്? പിന്നെ തലാസത്ത് അശറ, അർബ അശറ. ഇവിടെ ഈ ഓർഡറിൽ കൊടുത്തത് ثلاثة عشر، أربعة عشر، خمسة عشر، ستة عشر، سبعة عشر، ثمانية عشر، تسعة عشر، 20. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിന് മലയാള പരിഭാഷ ചെയ്യണം. കലമുൻ വാഹിദ്, എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. കലമുൻ വാഹിദ്, ഒരു പെന്ന്. തിസ്അത്തു കുതുബിൻ, 9 പുസ്തകം. അഹദ അശറ ദർസൻ, 11 പാഠങ്ങൾ. ഖംസത അശറ അർനബൻ, 15 മുയല്. ഇതിനെ അറബിയിലാക്കണം. അറബിയിലാക്കാൻ പറ്റില്ലേ? 5 വാതിലുകൾ എന്നതിന് സംസത്ത് അബുവാബ് അല്ലെ. 13 മാങ്ങകൾ എന്നത് എങ്ങനെ പറയാം? തലാസത്ത അശറ മാഞ്ച. 18 കസേരകൾ. തമാനിയത്ത അശറ കുർസിയൻ, 7 പേനകൾ. സബഅത അശറ അഖ്ലാം, സബഅ അഖ്ലാമുൻ. نقرأ من القرآن ونكشف من الأسماء العدد ونخط تحتها. إن يكن منكم 20 صابرون، 20 عليها 19. إن عدة الشهور عند الله 12 لها 7 وأنزل لكم من الأنعام 8. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് മക്കളെ? ഇല്ലൽ ഹദീഖത്തിൽ ഇവിടെ നമ്മൾ കുറച്ച് നിറങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകും. ഓരോ പാഠത്തിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ എണ്ണാണ് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ നിറങ്ങൾ പഠിക്കാൻ പോകും. അപ്പൊ നമുക്കൊരു കഥയിലൂടെ പറയാം കേട്ടാ. റഹല ഷബീറുൻ മഅ സ്വദീഖിഹി അനീസി. ഷബീർ യാത്ര പോയി. റഹല എന്ന് പറഞ്ഞ യാത്ര പോയി. ഷബീർ യാത്ര പോയി. മഅ സ്വദീഖി, തന്റെ സുഹൃത്തിനോട് കൂടെ. അനീസിന് ഫി യൗമുൽ അഹദി, ഞായറാഴ്ച ദിവസം. മിനൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലേക്ക്. വജറ, നടന്നു. ബൈനഹുമ, അവർക്കിടയിൽ. ഹിവാറുൻ, ഒരു സംഭാഷണം. ഷബീർ പറയണ, ഹൽ തറാ തിൽക ഷജറ, നീ ഈ മരം കണ്ടോ? നീ ആ മരം കണ്ടോ? അലിഹ ഖുറാബുൻ അസ്വദുൻ, അവിടെ കറുപ്പ് നിറത്തിലുള്ളൊരു കാക്കയുണ്ട്. വലക്കലക്കുൻ അബിയദുൻ, വെള്ള കൊക്കുണ്ട്. അജബനി ദാലിക്കൽ മൻദർ, ഈ കാഴ്ച എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തി. അനീസ് പറയും, നഅം, അതെ. ബൽ അജബനി ഹാദ ത്വായിറു അസ്ഫർ, എന്നെ അത്ഭുതപ്പെടുത്തിയ ആ മഞ്ഞക്കിളിയാണ്. വദാലിക സഹറുൽ അസ്റഖ്, നീല നിറത്തിലുള്ള ആ പൂവാണ്. ഷബീർ പറയാം, ഒന്നോ നീ നോക്ക്. റഅയ്തു തമാത്തിമൻ അഹ്മറ, ചുവപ്പ് നിറത്തിലുള്ള തക്കാളി കണ്ട. വബാമിയൻ അഖ്ലറ, പച്ച നിറത്തിലുള്ള വെണ്ടക്ക. ഇവിടെ വ്യത്യസ്ത നിറത്തിലുള്ള കുറേ കളറുകളുണ്ട്. അനീസ് കുല്ലുഹാമിൻ അജായിബ് ഖൽഖില്ലാഹി തആല, എല്ലാം അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ്. ഷബീർ പറയാം, അലൈന അൻ നഷ്കുറ അല്ലാഹു ശുക്റ, നമ്മൾ എല്ലാത്തിനും അല്ലാഹുവിനോട് നന്ദി പറയണം. ഇവിടെ നമ്മൾ ഒന്ന് വായിക്കണം നിറത്തിന്. പൂവുൻ അബിയദുൻ, വെള്ള നിറത്തിലുള്ള എന്താണ് പൂവ്? കൂബ് എന്താണ് ഞാൻ നോക്കിയിട്ട് പറയട്ടോ. കൂബ് ഖമീസുൻ അസ്വദ്, വെള്ള ഡ്രസ്. വറഖുൻ അഖ്ളർ, പച്ച നിറത്തിലുള്ള ഇല. ബഹ്റുൻ അസ്റഖ്, നീല നിറത്തിലുള്ള കടല്. മൗസുൻ അസ്ഫർ, മഞ്ഞ നിറത്തിലുള്ള പഴം. തുഫാഹുൻ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള തുഫാഹത്ത്, എന്താണ് ആപ്പിള്.
ഇവിടെ നമ്മൾ ഇനി ഇതിനെ അറബിയിൽ നിന്ന് തർജ്ജമ ചെയ്യണം. കലമുൻ അഹ്മർ. അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ള പെന്ന്. മാഞ്ച അഹ്ലർ. മാങ്ങ. റഅയ്തു ഫീലൻ അസ്വദൻ. കറുപ്പ് നിറത്തിലുള്ള ആനയെ ഞാൻ കണ്ടു. അജബനി ദാലിക ത്വയറു. ഈ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇനി ഇതിനെ അറബിയിലാക്കാൻ. ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. റഅയ്തുൽ ഖത്തൽ അസ്വദി. അടുത്തത് ഷബീർ വെള്ള കുപ്പായം ധരിച്ചു. ലബിസ ഷബീറുൻ ഖമീസുൻ അബിയദുൻ. എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി. അഅജബനി അല്ലെങ്കിൽ ഉഹിബ്ബു അൽ കലമുൽ അഹ്മറു എന്നാണ് പറയേണ്ടത്. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. ആദ്യം നിങ്ങൾ പൂവ് നോക്കുക. തത്തമ്മ, പൂച്ച, കുതിര, പിന്നെ അതേപോലെ മഞ്ഞക്കിളി. നോക്കല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പൂവിനെ എങ്ങനെയാ കൊടുക്കുക? സഹറുൻ അഹ്മറുൻ. ചുവപ്പ് നിറത്തിലുള്ള പൂവ് ഇവിടെ ഒന്നാമത്തെ തന്നെ കൊടുത്ത്. അടുത്തത് പച്ച തത്തമ്മ, കറുത്ത പൂച്ച, അസ്വദ്, വെള്ളക്കുതിര, നീലപ്പെന്നി, കലമുൻ അസ്റഖുൻ, മഞ്ഞക്കിളി, അസ്ഫർ. ഇവിടെ കുറെ ഉദ്ദേശിച്ച നിങ്ങൾ ഈ കളറുകൾ പഠിക്കുക എന്നതാണ്. ഇനി നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നുറ നീ നോക്ക്. ആദാ ഡാഷ് അഹ്മറുൻ. ലോജിക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? അവിടെ പറയുന്ന സാധനങ്ങളുടെ പേര് നോക്കുക, അതിന്റെ കളർ നോക്കുക. ആദാ തൊമാത്തിമുൻ അഹ്മർ. ചുവപ്പ് നിറത്തിലുള്ള എന്താ ഉള്ളത്? സോറി, ചുവപ്പ് നിറത്തിലുള്ളത് ടൊമാത്തിമാണ്. ടൊമാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ. ബാക്കിയൊക്കെ വേറെ വേറെ കളറാണ്. ഖിയാർ എന്ന് പറയുന്നത് അഹ്മർ, ടൊമാറ്റിയും ഖിയാറാണ്. ഖിയാർ ടൊമാറ്റോ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള ടൊമാറ്റോ. പിന്നെ ഷാഹദ ജാസിമുൻ ബബഗാവുൻ. ഷാഹദ ജാസിമുൻ ബബഗാവുൻ. ബബഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തമ്മ. തത്തമ്മന്റെ കളർ എന്താ? അഹ്ലറു. അല ഷജറത്തി, മരത്തിന് മുകളിൽ എന്തുണ്ട്? വെള്ള ഡാഷ് ഉണ്ട്. ലക്ക് ലക്ക് ഉണ്ട്. ലക്ക് ലക്ക് എന്ന് പറഞ്ഞാൽ കൊക്ക്. ലൗനുൽ ഖുറാബി, കാക്കന്റെ നിറം എന്ന് പറഞ്ഞാൽ അസ്വദുൻ, കറുപ്പാണ്. ഇനി നുലാഹിദുൽ മുഫ്രദ് ജമ്മു തിരിച്ചറിയാം. തായർ എന്നുള്ളത് പക്ഷി, തുയൂറുൻ. സഹറുൻ അസ്ഹാറുൻ. ഷജറുൻ അഷ്ജാറുൻ. സ്വദീഖുൻ അസ്ദിഖാഉൻ. ലൗനുൻ അൽവാനുൻ. ഫാക്കിഹത്തുൻ ഫവാക്കിഹു. മൻളറുൻ മനാദിറുൻ. അജീബത്തുൻ അജായിബുൻ. ഓക്കെ, ഇവിടെ ഖുറാനിലുള്ള അക്ഷരങ്ങളൊന്ന് വായിക്കുക. ഹത്താ തബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദ മിനൽ ഖൈത്തിൽ അസ്വദ്. ഈ അബിയദ് അസ്വദ്. അല്ലദീ ജഅലകും മിൻ ശരിൽ അഖ്ളരി നാർ. അഖ്ളർ. പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാദിയായ ഫിഅൽ, കഴിഞ്ഞു പോയ കുറച്ച് വേർഡുകളാണ്. ഖറജ അലിയുൻ. അലി പോയി, പുറപ്പെട്ടു. മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ബിൽ ഹക്കീബത്തി, ബിൽ ഹക്കീബ എന്ന് പറഞ്ഞാൽ ബാഗേറ്റ്. വസല, എത്തിച്ചേർന്നു. വസല, എത്തിച്ചേർന്നു. കഴിഞ്ഞ്. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. മുബക്കർ, നേരത്തെ എത്തിച്ചേർന്നു. ദഖല, പ്രവേശിച്ചു. ഫിസ്സഫി, ക്ലാസ്സിൽ പ്രവേശിച്ചു. വസല്ലമ, സലാം പറഞ്ഞു. അലൽ ഉസ്താദ്, ഉസ്താദിനോട്. വസുമല, ഈ കുട്ടികളോടും. അഖദ, എടുത്തു. അൽ കിതാബ, പുസ്തകം എടുത്തു. മിനൽ ഹക്കീബത്തി, ബാഗിൽ നിന്ന്. ബദ, തുടങ്ങി. അൽ ഉസ്താദു, ഉസ്താദ് തുടങ്ങി. അദ്ദർസ, ദർസ് തുടങ്ങി. വകതബ, എഴുതി. അല സബൂറത്തി, ബോർഡിൽ. ബിൽ ഹക്കക്കി, പെൻസിൽ കൊണ്ട് അഥവാ ചോക്ക് കൊണ്ട്.
നസഖഹു എഴുതി, പകർത്തി. നസ്ഖ് ചെയ്തു, പകർത്തി, എഴുതി. അലി അലി എഴുതി. ഇലൽ ഖുറാസത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ പേപ്പറിൽ. ബിൽ കലമി പേന കൊണ്ട്. കാലൽ ഉസ്താദ് അഹ്സൻ യാ അലി, നന്നായിട്ടുണ്ട് അലി. ഓക്കെ, നമുക്ക് വായിച്ചാലോ. ഇവിടെ മാദിയായ ഫിഅൽ ഏതൊക്കെയാണ്? ഖറജ ഉണ്ട്, വസല ഉണ്ട്, ദഖല ഉണ്ട്, സല്ലമ ഉണ്ട്, അഖദ ഉണ്ട്, ബദ ഉണ്ട്, ഖതബ ഉണ്ട്, മസ്ഖ ഉണ്ട്. അഫ്ആൽ മാലി മുദാരി. ഇവിടെ മാലി ആയിട്ടുള്ള ഫിഅലും ഉണ്ട്, മുദാരി ആയ ഫിഅലും ഉണ്ട്. മുദാരി ഞാൻ നേരത്തെ പറഞ്ഞ് പ്രസന്റ്. ഇതിന്റെ മാലി കഴിഞ്ഞു പോയത്. ഖറജ എന്നതിന്റെ മാലി യഖ്റുജു, സോറി മുദാരി യഖ്റുജു. ദഖലന്റെ മുദാരി യദ്ഖുലു. കതബന്റെ മുദാരി യക്തുബു. റജഅന്റെ മുദാരി യർജിഉ. ഖറജത്ത് എന്നതിന്റെ മുദാരി തഖ്റുജു. ദഖലത്ത് തദ്ഖുലു. കതബത്ത് തക്തുബു. റജഅത്ത് തർജിഉ. നുകമ്മിലു മിനൽ ഖൗസൈനി. യോജിച്ചത് വൃത്തിയാക്കണം. ഖറജ അബി, എൻ്റെ ഉപ്പ പുറപ്പെട്ടു. ഡാഷ് മക്കത്തൽ മുക്കറമ. ഇല എന്നാണ്, ഇലയിലേക്ക് അഥവാ മക്കയിലേക്ക്. ഓക്കെ. അടുത്ത ഡാഷ് അലിയുൽ മദ്രസത്തി. അലി വസല. ഓക്കെ. ഇവിടെ മാതിയായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. റജ അതി ബിന്തു, പെൺകുട്ടി പുറപ്പെട്ടു. റജ മടങ്ങി. മിനൽ മദ്രസയിൽ നിന്ന്. ഓക്കെ. ഇവിടെ മാതിയായ ഫേലുകൾ എവിടെ എഴുതണം? എഴുതൂല്ലേ നിങ്ങൾ? ഒന്നാമത്തെ ഏതാണ്? റജ. ഓക്കെ. അടുത്തത് റജ ആണ് ഒന്നാമത്തത്. അടുത്തത് ഡാഷ് അലിയു മിനൽ മദ്രസത്തി. അലി മദ്രസയിൽ നിന്ന് ഡാഷ് എന്താണ്? റജ. അടുത്തത് വ ഡാഷ് ഫിൽ ബൈത്തി. വീട്ടിൽ പ്രവേശിച്ചു. അവരോട് സലാം പറഞ്ഞു. ഡാഷ് ഫിൽ ഉർഫത്തി എന്താണ്? വസല. വസല ഫിൽ ഉർഫത്തി. വ ഡാഷ് അകീബതഹു എന്താണ്? വെച്ചു, ബാഗ് വെച്ചു. തുമ്മ ഡാഷ് വതനാവല കഴിച്ചു. അൽ ഫുതൂറ നാസ്ത കഴിച്ചു. മനസ്സിലായ എനിക്ക്? ഇതൊക്കെ മാലിയായ ഫേലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കതബ എഴുതി, ലഇബത്തി ഇതൊക്കെ മാലിയായ ഫേലാണ്. വഹബ പോയി, റജഅ മടങ്ങി, ജലസത്തി ഇരുന്നു. അപ്പൊ ഇതൊരു സെന്റൻസ് ആക്കി മാറ്റണം. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, നോക്കി. കതബ 1, ഉസ്താദ് ഉസ്താദ്, അല അസബൂറത്തി ഉസ്താദ് ബോർഡിൽ എഴുതി. അടുത്ത ലൈബ കളിച്ചു എന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാം? ലൈബത്ത് ഇത് പെൺകുട്ടിയാണ്. ലൈബത്തി ലൈബ എന്ന് മാത്രം. ലൈബത്തി അൽ ബിന്തു ഒരു പുരുഷൻ പോയി. ഇമാമ് പോയി. എവിടേക്ക് നോക്കണ്ടേ? ഇല എവിടേക്ക് പോയി? ഇലൽ മസ്ജിദി എന്നായി ഫലം. ഓക്കെ. അടുത്ത റജ. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. മടങ്ങി എന്നാണ്. ആര് മടങ്ങി? പഠിക്കുന്ന ആള് മടങ്ങി. വിദ്യാർത്ഥി മടങ്ങി. മിന മിന മിനൽ മദ്രസ. മിനൽ മദ്രസത്തി പഠിക്കുന്ന ആള് മദ്രസയിൽ നിന്ന് മടങ്ങി. ജലസത്തി. ജലസത്തി എന്ന് പറഞ്ഞാൽ ഇരുന്നു. കുട്ടിയുടെ ജലസത്തി ദാരിസത്തു. ഓക്കെ. പഠിക്കുന്ന പെൺകുട്ടി ഇരുന്നു. ഫി അസ്സോഫി
പഠിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ക്ലാസ്സിലിരുന്നു നഖ്റഉ മിനൽ ഖുർആനി വനക്ഷിഫു മിനൽ അഫ്ആലിൽ മാദിയ വൽ മുദാരി. ഇവിടെ മാദി മുദാരി തിരിച്ചെടുക്കണം. ഇതാ ജാ, ഇത് മാദിയാണ്. അല്ലദീ ജമഅ കണ്ടോ? അർസല യുകദ്ദിബു റബ്ബത്ത് കസബ. ഇതേപോലെ നമ്മൾ എഴുതണം. 10ാമത്തെ പാടാണ് നമ്മൾ എഴുതാൻ വേണ്ടി. ഇത് ആദി ഹദിയത്തുല്ലക. ഇതിലെന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? തഹിയ്യത്തിന്റെ വാക്കുകൾ. തഹിയ്യത്തിന് അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവല്ലേ. ലഹറത്ത് നതീജ, റിസൾട്ട് പ്രത്യക്ഷപ്പെട്ടു, അഥവാ റിസൾട്ട് ഫലപ്രഖ്യാപനം നടന്നു. അല്ലെ, ഇംതിഹാനി പരീക്ഷയുടെ, അല്ല ആമി വാർഷിക പരീക്ഷയുടെ. ഇത് സൊഫി സാലി 3ാം ക്ലാസ്സിന്റെ. നജഹത്ത് ജുമാന, ജുമാന വിജയിച്ചു. ബി അലാമാത്തിൻ ഫായിഖ, നല്ല മാർക്കോട് കൂടി. ഫഅസ്റഅത് ഇലാ ഉമ്മിഹ, അപ്പൊ ഉമ്മ ഭയങ്കര ഫഅസ്റഅത് ഇലാ ഉമ്മി, ഉമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് പോയി. ജുമാന, അസ്സലാമു അലൈക്കും യാ ഉമ്മി. നിങ്ങൾക്ക് ഇതേപോലെ പോണ്ട മക്കളെ. അസ്സലാമു അലൈക്കും യാ ഉമ്മി, എൻ്റെ ഉമ്മ. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ്. ഒരു അഭിസംബോധന, അൽഹംദുലില്ലാഹ്. നജഹ്തു ഫിൽ ഇംതിഹാനി ബി അലാമാത്തിൻ ഫായിഖ, നല്ല മാർക്കോട് കൂടി ഞാൻ ജയിച്ചു ഉമ്മ. ഉമ്മ പറയുക അലൈക്കും അസ്സലാം മാഷാ അല്ലാഹ് അഹ്സൻത്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ എന്ത് ചെയ്യാം, അഭിസംബോധനകളൊക്കെ പറയാം ഓരോരുത്തർ ജയിച്ചു കഴിഞ്ഞാലൊക്കെ. യാ ഇബ്നതി ലക്കി ഹദിയ്യത്തുൻ മിന്നി, നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ജുമാന പറ ഹയ്യാക്കല്ലാഹ്, നമ്മൾ ഒന്നും മുണ്ടൂല. ഫിൽ മസായി ജാ അബൂഹ ബിൽ ഹദിയ്യ, വൈകുന്നേരം ഇപ്പൊ വന്നു. അല്ല അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജുമാന പറയാണ് അല്ല അബു യാ ഇബ്നതി, എൻ്റെ പൊന്നുമോളെ, ബാറകല്ലാഹു ഫീക്, അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ. അന മസ്റൂറുൻ ബിനജാഹിക, നിന്റെ വിജയം കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഹദി ഹദിയത്തുല്ലക്കി, ഇത് നിനക്കുള്ള സന്തോഷമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്, നിനക്കുള്ളൊരു ഗിഫ്റ്റാണ്. ജുമാന പറയാണ് ശുക്രയ്യ അബത്തി, എൻ്റെ ഉപ്പാ സന്തോഷം, നന്ദിയുണ്ട്, ജസാക്കല്ലാഹ്. ഇവിടെ നമ്മൾ തഹിയ്യത്തിന്റെ വാക്കുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അൽഹംദുലില്ലാ, കണ്ടാ അഭിസംബോധന. അഹ്സൻതി, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഹയ്യാക്കല്ലാഹ്, ബാറകല്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ്, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇതൊക്കെ തഹിയ്യത്തിന്റെ വാക്കുകളാണ്, അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണ്. ഇവിടെ യാ ചേർത്തിട്ട് നിങ്ങളൊന്ന് നോക്കി. യാ ഇബ്നതി, യാ ഉമ്മി, യാ അബതി. ബി യാ തദ്ഉ. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ ഒന്ന് യാ ചേർത്തിട്ട് വായിച്ചു. യാ റബ്ബി, യാ അഖീ, യാ ഉഖ്തി, യാ ഇബ്നി, യാ ഉസ്താദി, യാ സദീഖി, യാ അബി, യാ ജദ്ദി എന്നൊക്കെ യാ ചേർത്തിട്ട് നമ്മൾ ഈ സംഭാഷണം നമ്മളൊന്ന് പൂർത്തിയാക്കുക. ഉസ്താദ് പറയണം. എന്താ ഉസ്താദ് പറയണം? ഇവിടെ അടിയിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടാ, നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഒന്ന് അസ്സലാമു അലൈക്കും. അപ്പോൾ കുട്ടി പറയാണ് അലൈക്കും അസ്സലാം. അപ്പോൾ ഉസ്താദ് ചോദിക്കുന്നുണ്ട് എന്താണ്, എന്താ രണ്ടാമത്തേത്? ഇവിടെ വേണ്ട, കൈഫൽ ഹാലു. ഇവിടെ എന്താ പറയുന്നത്? സയ്യിൻ, അൽഹംദുലില്ലാ എന്ന് ചേർത്താൽ മതി മൂന്നാമത്തേത്. അടുത്തത് ഉസ്താദ് ഹൽ ഡാഷ് ഫിൽ ഇംതിഹാനി. ഇവിടെ എന്താ പറയാ? ഡാഷ് നജഹ്തു ബി അലാമാതി ഫായിക്ക, നല്ല മാർക്കോട്ട് ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്താ? ഈ പരീക്ഷ ജയിച്ചു. അൽ നജഹ്ത ഉണ്ടാ 4. അഞ്ചാമത്തെ എന്താ കൊടുക്കണ്ടേ? അതെ, ഞാൻ ജയിച്ചിട്ടുണ്ട്, നഅം, നഅം എന്ന് കൊടുക്കണം. വേണ്ട 6. ഇനി ഏഴാമത്തെ എന്താ? ഡാഷ് ലക ഹദിയത്തുൻ മിന്നി, ശുക്രൻ. ഡാഷ് ലക ഹദിയത്തുൻ മിന്നി. ഏഴെന്താ? ഇൻഷാ അല്ലാഹ്. ഏഴാമത്തെ എന്താ കൊടുക്കുക? ഇൻഷാ അല്ലാഹ്, ശുക്രൻ, ഡാഷ്. ശുക്രൻ അൽഹംദുലില്ലാഹ് എന്ന് കൊടുക്കാം. ഓക്കെ, പോരെ. نقرأ من القرآن ونحفظ من الكلمات الواردة في النص ونخط تحتها. ഇവിടെ തഹിയ്യത്തിന്റെ വാക്കുകൾ ഏതൊക്കെയാണ് നോക്കുക ഖുർആനിൽ. വമാ തശാഊന, ഇൻഷാ, ഇൻഷാ അയ്യശാ,
ഇത് തഹിയത്താണ്. മാഷാ അള്ളാഹു എന്താണല്ലേ ചെയ്യില്ല ഇല്ലാഹി ഫഖുൽ സലാമുൻ അലൈക്കും. നിങ്ങൾ എഴുത്ത് പഠിക്കണം ഇവിടെ എഴുതിയിട്ട്. ഇനി ചോദ്യോത്തരങ്ങൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ ഏറ്റൊക്കെ എഴുതേണ്ടിയാണിത്. അയിനൽ ഹക്കീബ ചോദിച്ച വേർഡുകൾ പൂർത്തിയാക്കാനാണ്. ഇവിടെ ചോദിക്കണം എന്താണ്, നിങ്ങളെ ബാഗ് എവിടെ നിന്നും. അൽ ഹക്കീബത്ത് ഫൗക്കൽ മക്തബി അല്ലെങ്കിൽ ഫൗക്ക താവിലത്തി. അതിനൽ കലമു എവിടെയാണ് പെന്നി എന്നാണ് ചോദിക്കുന്നത്. അൽ കലമു ഫിൽ ജൈബി. ഇനി പൂർത്തീകരിക്കണം. നുമയ്യിസുൽ അഫ്ആലിൽ മാദിയൽ മുദാരിയ മിനൽ ആതിയ. മാദി മുദാരി നമ്മൾ വേർതിരിക്കണം. യശ്രിബ് എന്ന് പറഞ്ഞ മുദാരിയാണ്, സല്ലമ എന്ന് പറഞ്ഞ മാദിയാണ്, നസഹ എന്ന് പറഞ്ഞ മാദിയാണ്, യദ്ഹബ് എന്ന് പറഞ്ഞ മുദാരിയാണ്, യതവല്ലഹു എന്ന് പറഞ്ഞ മുദാരിയാണ്, ദഖല എന്ന് പറഞ്ഞ മാദിയാണ്. ഇനി നുകമ്മിലു ബി ളമീരി മുനാസിബ് മിനൽ ഖൗസൈനി. യോജിച്ചത് പൂർത്തിയാക്കണം. ഇവിടെ കണ്ടോ, ഇതിൽ നിന്ന് നോക്കി എഴുതണം. കുൽ ഹുവ എന്നാണ്, കുൽ ഹുവ അല്ലാഹു അഹദ്. രണ്ടാമത്തെ യാ ഇബ്നു ഡാഷ് ദാരിസുൻ അൻത ദാരിസുൻ, അൻത ദാരിസുൻ ഉണ്ടാ ഡാഷ് ദാരിസുൻ ഇസ്മി അനസുൻ. പറഞ്ഞ അന ദാരിസുൻ ഇസ്മി അനസുൻ. അങ്ങനെ ഒരു വിദ്യാർത്ഥിയാണ്, എൻ്റെ പേര് അനസ് എന്നാണ്. യാ ഇബ്നതാനി രണ്ട് പെൺകുട്ടികളെ, അൻതുമാ ദാരിസാനി രണ്ടാളെ വിളിച്ച്. അൻതി അൻതി ദാരിസത്തുൻ ഇസ്മുഹ അഫീഫ. യാ ബിന്തു ഡാഷ് ദാരിസത്തു യാ ബിന്തു ഹിയ. യാ ബിന്തു അല്ല, ഹിയ ദാരിസത്ത്. സോറി കേട്ടോ, ഈ ഹിയാണ് അഞ്ചാമത്തത്. അൻതി എന്നുള്ളത് യാ ബിന്തു, യാ ബിന്തു അൻതി ദാരിസത്തു. ഈ ഇതിന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇതാക്കേണ്ടത്. അമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വറ, യമീൻ എന്ന് പറഞ്ഞാൽ ഏതാ ഷിമാലി, തഹത്ത എന്ന് പറഞ്ഞാൽ ഏതാ ഫൗക്ക്. ഇനി നമുക്ക് ഇത് നോക്കാം. നുക്കമ്മിൽ ബിൽ മുഫ്രദ്. ഇവിടെ ജമ്മ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുഫ്രദ് തുല്ലാവ് എന്ന് പറഞ്ഞാൽ താലിബ്, ഔറാഖ് എന്ന് പറഞ്ഞാൽ വറക്ക്, നഹ്നു അന. ഇതാണ് നുക്കമ്മിൽ ബിൽ ജമ്മ. ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ മുഫ്രദ് പറഞ്ഞു, അഥവാ ഒറ്റ സിംഗിൾ പറഞ്ഞു. ഇനി നമ്മൾ ജമ്മ് പറയും. സ്വദീഖ് അഥവാ കൂട്ടുകാർ എന്നതിന്റെ അർത്ഥം, അതിന്റെ മുഫ്രദ് എന്താ സ്വദീഖ്. അൻതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മ എന്താ, ഈ ഒരു സ്ത്രീ അൻതുന്ന. ലൗന് അൽവാന്. നുക്കമ്മിൽ ജദ്വൽ ലമായിർ ലമീർ ഏത് ഹുവ ഹുമാഹും യ ഹുമാഹുന്ന അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന എന്നിതാണ്. ഓക്കെ. നുക്കമ്മിൽ ബിൽ ഐനൽ മാദാ ഹൽ മൻ. ഐന മാദാ ഹൽ മൻ. ഇത് ചേർത്തിട്ട് ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. നോക്കി, മാദാ ഫിയദിക്ക, മാദ നിന്റെ കയ്യിൽ എന്താണ്. കിതാബ് എവിടെ. ഹൽ ഇന്ദക കലമുൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഉസ്താദ് ഉണ്ടല്ലോ, മൻ ഉസ്താദുക്കി. ഇനി അടുത്തത് അക്ഷര നമ്മള് എണ്ണങ്ങൾ. അഹദ അഷറ, ഇത് സിത്ത, ഖംസ, തമാനിയ, അർബ അഷറ, ഇഷറൂന. അറബിയിൽ പറയണം. നോഅരിബ് നോക്കി, ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. റഅയ്തു ഖിത്തത്തുൽ അസ്വദ്, ഉമ്മ കസേരയിൽ ഇരുന്നു. ജലസത്തുൽ ഉമ്മു അലൽ കുർസിയി. ഇനി നിങ്ങൾ മലയാളത്തിൽ പറയും എൽഅബു സാലിമു ബിൽ ഖുറത്തി. എൽഅബു സാലിം ബിൽ ഖുറ, സാലിം ഫുട്ബോൾ കളിച്ചു. നദ്ഹബു ലിസിയാറത്തിൽ ജദ്ദി, വല്യപ്പനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം എന്നുള്ളത് മനസ്സിലായ എനിക്ക്. അല്ലാഹു നമ്മളെ ഈ പാഠം കഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ട് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മാർക്ക് വാങ്ങും. അസ്സലാമു അലൈക്കും.